بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم. قد ينفع الأدب الأولاد في صغر وليس ينفعهم من بعده أدب. إن الغصون إذا عدلتها ارتدلت ولا تلين ولو لينته الخشب. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക കുടുംബം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ സന്താനങ്ങളോടുള്ള ഇസ്ലാമികമായ മര്യാദകൾ എന്താണ്, അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചത്. ഒരു രക്ഷിതാവിൻ്റെ ഏറ്റവും വലിയ ബാധ്യതയാണ് തനിക്കുണ്ടാകുന്ന സന്താനങ്ങളെ നേർവഴിയിൽ നടത്തുവാൻ ആവശ്യമായ ദിശാബോധം നൽകുക എന്നത്. ഏതൊരു സന്താനങ്ങളും അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളും അവരെ വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കളും അവരെ വല്ലാതെ സ്വാധീനിക്കുന്നു എന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. എല്ലാ ഓരോ സന്താനവും ശുദ്ധമായ പ്രകൃതിയോടെയാണ് ജനിച്ചു വീഴുന്നത്. ഒരു കുട്ടിയും മോശമായി ലോകത്തേക്ക് ജനിച്ചു വീഴുന്നില്ല. അള്ളാഹുവിന്റെ നിയമങ്ങൾ സ്വീകരിക്കാൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ, യഥാർത്ഥമായ രീതിയിൽ ഈ ലോകത്ത് ജീവിച്ചു വളരുവാൻ, അതിന് അനുയോജ്യമായ നിലക്കുള്ള ഒരു ശുദ്ധമായ പ്രകൃതിയിലാണ് ലോകത്ത് എല്ലാ മനുഷ്യരും പിറന്നു വീഴുന്നത്. അങ്ങനെയുള്ള ശുദ്ധമായ ഒരു അന്തരീക്ഷത്തിലും ശുദ്ധമായ ഒരു പ്രകൃതിയിലും ജനിച്ചു വീഴുന്ന സന്താനങ്ങളെ ഫഅബവാഹു, പിന്നീട് അവന്റെ മാതാപിതാക്കളാണ് യുഹവ്വിദാനിഹി, ഒന്നുകിൽ അവരിരുവരും അവനെ യഹൂദിയാക്കി മാറ്റുന്നു, ഔ യുനസ്സിറാനിഹി, അല്ലെങ്കിൽ അവനെ ക്രിസ്ത്യാനിയാക്കി നസ്രാനിയാക്കി മാറ്റുന്നു, ഔ യുമജ്ജിസാനിഹി, അതല്ലെങ്കിൽ അഗ്നിയെ ആരാധിക്കുന്ന മജൂസിയാക്കി മാറ്റുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കൃത്യമായി പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്.
ഇത് നമ്മുടെ മനസ്സിനെ ഏറെ സ്വാധീനിക്കേണ്ടുന്ന ഒരു വചനമാണ്. നമ്മുടെ മക്കൾ നന്നാകുന്നതിലും നന്നാവാതെ പഴച്ചു പോകുന്നതിലും രക്ഷിതാക്കൾക്ക് വല്ലാത്തൊരു ബന്ധമുണ്ട്, സ്വാധീനമുണ്ട്, നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് എന്നതാണ് ഈ ഹദീസ് നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. എപ്പോഴും മക്കൾ വളരുന്നത് അവരാദ്യം കാണുന്ന പാഠശാല ഉമ്മയും ഉപ്പയും ഒക്കെ തന്നെയാണ്. വീടിന്റെ അന്തരീക്ഷത്തിൽ അവർ കേൾക്കുന്നത്, അവർ വളരുന്ന സാഹചര്യത്തിൽ അവർ എന്തൊക്കെ കണ്ടാണ് വളരുന്നത്, മാതാപിതാക്കൾ എന്തൊക്കെയാണ് ആ കുഞ്ഞിന് ശീലിപ്പിക്കുന്നത്, ഇതൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ കല്ലിൽ കൊത്തിവെച്ചതുപോലെ അവന്റെ ഹൃദയത്തിൽ ആണ്ട് കിടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലാണ് ഒരു മക്കൾക്ക്, അവൻ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് രക്ഷിതാക്കൾ ഏറെ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരു കവി നമ്മോട് 2 വരി പറഞ്ഞത് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ കേൾപ്പിക്കുകയുണ്ടായി. എന്താണതിൽ അദ്ദേഹം പറയുന്നത്? മക്കൾക്ക് മര്യാദകൾ ഉപകരിക്കുന്നത് ചെറുപ്പത്തിലാണ്. ചെറുപ്പത്തിലാണ് രക്ഷിതാക്കൾ മര്യാദകൾ അവരെ പഠിപ്പിച്ചു വളർത്തേണ്ടത്. അതിന്റെ ശേഷം അദബ് പഠിപ്പിച്ചാൽ അവർ അദബിലേക്ക് വരില്ല. മൂത്ത് കുറെ പ്രായമായതിന്റെ ശേഷം ഉപദേശിച്ചാൽ അവർ അതിലേക്ക് വരില്ല. ചെറുപ്പം മുതലേ അതിനുള്ള പ്രത്യേകമായ പരിശീലനം രക്ഷിതാക്കൾ കൊടുത്തിരിക്കണം, അപ്പോഴേ ഉപകരിക്കുകയുള്ളൂ. എന്നിട്ട് പറയാണ്, ഒരു ചെടിയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ അതിന് ചെറിയ നാമ്പുകളും കൊമ്പുകളുമൊക്കെ വരുന്ന ഘട്ടത്തിൽ നീ ആ കൊമ്പുകളെ ശരിയായ വിധത്തിലേക്ക് ഇങ്ങനെ ചൊവ്വേ വളരാൻ വിട്ടാൽ അത് നേരായ രൂപത്തിലേക്ക് ആ കൊമ്പ് പടർന്നു പോകും. അതേ അവസരത്തിൽ വലാ തെലീനു വലൗ ലയ്യൻ തഹുൽ ഖശബു, അതൊരു വലിയ മരമായതിന്റെ ശേഷം പിന്നെ നീ വളക്കാൻ ശ്രമിച്ചാൽ അത് വളയൂല. കാരണം മൂത്തുപോയി, ഉറച്ചുപോയി. ഇനി നിന്റെ രൂപത്തിലുള്ള പ്രത്യേകമായ പ്രവർത്തനങ്ങളും ഒന്നും ഇനി അതിൽ സ്വാധീനിക്കില്ല. അത് അതിൻ്റെതായ രൂപത്തിലുള്ള കട്ടിയും കനവും അതുപോലെ തന്നെ അതിൻ്റെതായ ഉറപ്പും ഭദ്രതയുമൊക്കെ അതിന് സ്വന്തം വന്നുപോയി. ഇനി നിന്റെ അഭിപ്രായത്തിന് അതിൽ സ്വാധീനിക്കാനാവില്ല. മറിച്ചൊരു ചെടി ഇങ്ങനെ വളരുമ്പോൾ അതിന്റെ കൊമ്പ് വലിയ കട്ടിയൊന്നുമില്ല, എങ്ങോട്ടും വളച്ചാൽ വളയുന്നൊരു പ്രത്യേകമായൊരവസ്ഥയിൽ നീ അതിനെ ശരിയായ നിലക്ക് അതിന്റെ വളവുകൾ തീർത്തിങ്ങനെ നീ ഉദ്ദേശിക്കുന്നിടത്തേക്ക് അതിനെ പടർത്തുവാൻ ശ്രമിച്ചാൽ അതിങ്ങനെ പടർന്നു പോയിക്കോളും. ഒരു മരമായി നല്ല രൂപത്തിലുള്ള ഉറച്ച കമ്പും തടിയുമൊക്കെയായി മാറിയാലോ നീ വിചാരിക്കുന്നിടത്തേക്ക് അതിനെ നയിക്കാനും അതിനെ വളർത്താനും നിനക്ക് സാധിക്കില്ല. അതുകൊണ്ട് ചെറുപ്പത്തിലെ നീ സംരക്ഷണം നൽകണം എന്നതാണ് ഇസ്ലാം നമ്മോട് പറയുന്നത്. ഇന്ന് പലപ്പോഴും ചെറുപ്പമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് രക്ഷിതാക്കൾ എന്ത് ചെയ്യും? വിട്ടുകളയും. ചെറുപ്പത്തിൽ തന്നെയാണ് കുട്ടികൾക്ക് വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങൾ നൽകേണ്ടത്. പെട്ടെന്നൊരു ദിവസം ഒരു കുട്ടിയോടൊരു കാര്യം പറഞ്ഞാൽ അവനത് ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ടാണല്ലോ ഇസ്ലാം ആ ചെറുപ്രായത്തിൽ തന്നെയുള്ള ശിക്ഷണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത്. ഓരോ പ്രായത്തിലും മനസ്സിലാക്കാവുന്ന നിലക്ക് ഒരു കുട്ടികൾക്ക് ഇസ്ലാമികമായ ബോധവൽക്കരണം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. മഹാനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ആ സൂറത്തുൽ ലുഖ്മാൻ. ഒരു പിതാവിന്റെ ചരിത്രമാണത്. ആ പിതാവ് തന്റെ അരുമ സന്താനത്തോട് നൽകിയ സാരോപദേശങ്ങളാണ് ആ അധ്യായത്തിന്റെ മുഖ്യ പ്രമേയം. അതിലെന്താണ് അല്ലാഹു തആല പറയുന്നത്? വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി, ലുഖ്മാൻ തന്റെ മകനോട് പറഞ്ഞ സന്ദർഭം വിശ്വാസികളെ നമുക്ക് മാതൃകയാണെന്നർത്ഥം. ലുഖ്മാൻ തന്റെ മകനോട് പറഞ്ഞ സന്ദർഭം വഹുവ യഇലുഹു, ആ പിതാവ് മകനെ ഉപദേശിക്കുകയാണ്. ആ പിതാവ് മകന് ഉപദേശം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് മക്കളോട് നൽകേണ്ട ഉപദേശത്തിന്റെ പരമപ്രധാനമായ ഭാഗം? യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, എന്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. കാരണം ഇന്ന ശിർക, തീർച്ചയായും അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന പാതകം ലദുൽമുൻ അളീം, അത് വമ്പിച്ച അക്രമം തന്നെയാകുന്നു. ഒരു ബാപ്പ മകന് കൊടുത്ത ഉപദേശം പരിശുദ്ധ ഖുർആൻ പറയാണ്. ഒരു പിതാവ് തന്റെ മകന് നൽകുന്ന ഉപദേശത്തിന്റെ ശൈലി നോക്കൂ നിങ്ങൾ. ഇതെല്ലാ രക്ഷിതാക്കളോടുമുള്ള ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്.
ലുഖ്മാൻ തന്റെ മകനെ ഉപദേശിക്കുകയാണ്. യഇളുഹു, വഅള് പറഞ്ഞു കൊടുക്കുകയാണ്, ഉപദേശം നൽകുകയാണ്. വഅള് പറയാൻ വേറെ ആളെ ഏൽപ്പിക്കല്ല. തന്റെ മകനോട് ആദ്യത്തെ ഉപദേശം നൽകേണ്ടത് രക്ഷിതാക്കൾ തന്നെയാണ് എന്നാണ് ഇവിടെ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. വഹുവ യഇളുഹു എന്നാ പറയുന്നത്. ബാപ്പയായിരിക്കണം അല്ലെങ്കിൽ ഉമ്മയായിരിക്കണം മകന് ഉപദേശം കൊടുക്കേണ്ടത്, വേറൊരാളെ ഏൽപ്പിക്കല്ല. ഇപ്പം വളരെ മോശങ്ങൾ, അവനെ നന്നാക്കണം, അല്ല, അത് ബാപ്പ തന്നെയാണ് ആദ്യം പകർന്നു കൊടുക്കേണ്ടത്. വഹുവ യഇളുഹു, ആ പിതാവ് തന്റെ മകനെ ഉപദേശിക്കുകയാണ്. ഉപദേശിക്കുമ്പോ എടാ പോടാ എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ടല്ല പറയേണ്ടത്, വളരെ രൂപത്തിൽ ഗൗരവ സ്വരത്തിലുമല്ല പറയേണ്ടത്. യാ ബുനയ്യ, ആ അഭിസംബോധനയുടെ രീതിയും ശൈലിയും ഇതിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തന്നു. യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, എന്റെ പൊന്നുമോനെ, സ്നേഹത്തോടെയാണ് പറയേണ്ടത്, സ്നേഹത്തോടെയാണ് ഉപദേശിക്കേണ്ടത്. ഇനി ഉപദേശത്തിന്റെ ആരാണ് ഉപദേശിക്കേണ്ടത് എന്ന് ഇവിടെ പറഞ്ഞു, എങ്ങനെ ഉപദേശിക്കണം എന്നും പറഞ്ഞു. ഇനി ഒരേ ആയത്തിൽ തന്നെ മൂന്നാമത്തെ കാര്യം എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ആദ്യം പറയേണ്ടത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം എന്ത് പറഞ്ഞു കൊടുക്കണം? അള്ളാനെ പരിചയപ്പെടുത്തണം. മോനെ, നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്ന ഒരു നാഥനുണ്ട്. ആ റബ്ബിനെയാണ് പരിചയപ്പെടുത്തേണ്ടത്. ആ റബ്ബ് മഹാനാണ്. ആ റബ്ബാണ് എല്ലാം കേൾക്കുന്നവൻ, ആ റബ്ബാണ് എല്ലാം കാണുന്നവൻ എന്നിങ്ങനെ ആ റബ്ബിന്റെ മാത്രം പ്രത്യേകതകൾ പറഞ്ഞു കൊടുത്തിട്ട് പറയാണ്, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ശിർക്ക് എന്ന് പറയുന്നത്, ബഹുദൈവാരാധന എന്ന് പറയുന്നത്, അത് വമ്പിച്ച ദുൽമ് തന്നെയാകുന്നു. ചെറുപ്പം മുതലേ കുട്ടികളിൽ കൊത്തിവെക്കേണ്ടുന്ന പരമപ്രധാനമായ ആശയം ശിർക്കിനെതിരെ, അതാ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം എന്താ? ആദ്യം അതാ പറഞ്ഞു കൊടുക്കേണ്ടത്. വെറും ശിർക്ക് ചെയ്യരുതേ എന്നൊരു കുട്ടിയെ വിളിച്ചു പറയൂലല്ലോ. ഒരു പിതാവ് തന്റെ മോനെ വിളിച്ചിട്ട് പറയാണ്, ഇപ്പൊ ലുഖ്മാൻ തന്റെ മകനെ വിളിച്ചിട്ട് പറയാണ്, മോനെ നീ ശിർക്ക് ചെയ്യരുത്. പരിശുദ്ധ ഖുർആനിന്റെ ശൈലിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പരമാർത്ഥം അവിടെ ഉണ്ട്. അതെന്താ? ഒരു പിതാവ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വിളിച്ചിട്ട് മോനോട് പറയണം, മോനെ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. അള്ളാഹുവിൽ പങ്കു ചേർക്കൽ വമ്പിച്ച അക്രമം തന്നെ, ബാക്കിയൊന്നും പിന്നെ പറഞ്ഞിട്ടില്ല. ഇവിടെ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കിയിരിക്കേണ്ടത്? ലുഖ്മാൻ തന്റെ മകനെ വിളിച്ചിട്ട് ഈ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുമോ? ഒരിക്കലുമില്ല. അപ്പൊ ആ കുഞ്ഞു ചോദിച്ചിരിക്കും, എന്താ ബാപ്പ, ആരാ അല്ലാഹ്, എന്താണ് ഈ ശിർക്ക്, എങ്ങനെ അള്ളാഹുവിൽ പങ്കുചേർക്കൽ സംഭവിക്കുക? ഇതൊക്കെ ആ കുരുന്നു മനസ്സിനെ അറിയിക്കണല്ലോ. അല്ലാതെ ബാപ്പ ഒരു മോനെ വിളിച്ചിട്ട് മോനെ ശിർക്ക് ചെയ്യരുത്, ശിർക്ക് അള്ളാഹു പൊറുക്കാത്ത പാപാണ്, ഒരു കുട്ടിയെ വിളിച്ചു പറഞ്ഞാൽ ആ കുട്ടിക്ക് എന്ത് മനസ്സിലാവാനാ? അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഗ്രഹിച്ചിരിക്കണം, ലുഖ്മാൻ തന്റെ മകന് ആദ്യം തൗഹീദിന്റെ വശങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഓരോ കുട്ടികൾക്കും മനസ്സിലാകുന്ന ഒരു പക്വതയും പ്രായമൊക്കെ ഉണ്ടാകും. ആ പ്രായത്തിനനുസരിച്ച് പറഞ്ഞു കൊടുക്കണം. എല്ലാ പ്രായത്തിലും കുട്ടികളോട് നമ്മൾ തൗഹീദ് പറഞ്ഞു കൊടുക്കണം. എല്ലാ പ്രായത്തിലും ശിർക്കിനെതിരെ അവരെ ബോധവൽക്കരിക്കണം. പക്ഷേ ഒരു 5 വയസ്സുകാരനോട് പറഞ്ഞു കൊടുക്കുന്ന ശൈലിയിലല്ല ഒരു 10 വയസ്സുകാരനോട് പറയേണ്ടി വരിക. ഒരു 15 വയസ്സുള്ള കുട്ടിയോട് പറയുന്ന ശൈലിയിലല്ല ഒരു 7 വയസ്സുകാരനോട് പറഞ്ഞു കൊടുക്കുക. ഓരോ പ്രായത്തിന്റെയും പക്വതയുടെയും കൃത്യമായ രൂപത്തിലുള്ള കാര്യങ്ങൾ ഒരു രക്ഷിതാവ് മനസ്സിലാക്കിയിട്ട് അവന്റെ പ്രായത്തിൽ ഉൾക്കൊള്ളാനാവുന്ന വിഷയം എന്താണെങ്കിൽ അതവന് പറഞ്ഞു കൊടുക്കണം. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോ വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോ 2ാം ക്ലാസ്സിലും ഉണ്ട് വിശ്വാസം, 3ാം ക്ലാസ്സിലും വിശ്വാസം പഠിപ്പിക്കുന്നുണ്ട്, 4ലും 5ലും 6ലും 7ലും ഒക്കെ വിശ്വാസം പഠിപ്പിക്കുന്നുണ്ട്, കോളേജ് തലത്തിലും വിശ്വാസം പഠിപ്പിക്കുന്നുണ്ട്. വലിയ രൂപത്തിലുള്ള അത്യുന്നതമായ ഡോക്ടറേറ്റിന് വേണ്ടി പഠിക്കുന്ന ശരിയാ കോളേജുകളിലെ ഉന്നതമായ ബിരുദത്തിന് പഠിക്കുന്ന ആ പ്രായത്തിൽ എത്തുമ്പോഴും തൗഹീദും ശിർക്കും പഠിക്കുന്നുണ്ട്. എന്താ വ്യത്യാസം? ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ആ ഗ്രന്ഥത്തിന്റെ ശൈലിയിലായിരിക്കില്ല ഒരു 2ാം ക്ലാസ്സുകാരനോട് തൗഹീദ് പറയേണ്ടത്. അവനോട് പറയുന്ന അതേ ശൈലിയിലല്ല ഒരു 10ാം ക്ലാസ്സുകാരനോട് പറഞ്ഞു കൊടുക്കേണ്ടത്. അതൊക്കെ രക്ഷിതാക്കൾ മനസ്സിലാക്കിയിരിക്കണം. ഓരോ പ്രായത്തിനും പക്വതക്കും അനുസരിച്ചുകൊണ്ട് കാര്യം അവനെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. ആർക്കും മനസ്സിലാക്കാവുന്ന ലളിതമായ സത്യം നമ്മുടെ മക്കളോട് ഏത് രക്ഷിതാവിനാ പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തത്? അത് പറഞ്ഞു കൊടുക്കണം. മോനെ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ ശിർക്ക് എന്ന് പറഞ്ഞു കൊടുക്കണം. ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുക. വളരെ ലളിതമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കുക.
അപ്പൊ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കണം, അള്ളാഹ് എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സൃഷ്ടിച്ചവനാണ്. ലോകത്ത് അള്ളയല്ലാതെ വേറെ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ മരിക്കൂല. ഇവിടെയുള്ള എല്ലാം നശിക്കും മോനെ, എല്ലാം മരിക്കും. ഇനി അള്ളാഹു താല ഉറക്കം വരൂല അള്ളാഹ്ക്ക്. നമ്മളൊക്കെ തൂങ്ങി ഉറങ്ങൂലേ മക്കളെ? അള്ളാഹ് തൂങ്ങി ഉറങ്ങൂല. നമ്മളൊക്കെ ഉറങ്ങാറില്ലേ? അള്ളാഹ് അതും ചെയ്യൂല. അള്ളാഹ്ക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. അള്ളാഹ് ക്ഷീണല്ല. എല്ലാം അള്ളയാ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എവിടെ നിന്ന് വിളിച്ചാലും നമ്മളെ അള്ളാഹ് കാണും. എവിടെ നിന്ന് വിളിച്ചാലും അള്ളാഹ് നമ്മളെ കേൾക്കും. നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ മനസ്സിലെ രഹസ്യങ്ങൾ വരെ അള്ളാഹ്ക്കറിയും. മോനെ, എനിക്ക് മോന്റെ മനസ്സിലെ രഹസ്യം ഇപ്പൊ പറയാൻ കഴിയോ? കുട്ടി പറയും, ഇല്ല. എന്റെ മനസ്സിലെ രഹസ്യം മോനെന്ന് പറഞ്ഞേ, അതെങ്ങനെ ഉപ്പ, എനിക്ക് കഴിയില്ലല്ലോ. അപ്പൊ കണ്ടോ, മോനിക്ക് എന്റെ മനസ്സ് കാണാൻ കഴിയാത്തതുപോലെ മോന്റെ മനസ്സ് എനിക്കും കാണാൻ കഴിയുന്നില്ല. ആർക്കും ഇവിടെ കാണാൻ കഴിയുന്നില്ല. മോനെ, നമ്മുടെ ഈ വീട്ടിന്റെ ഈ ചുമരിന്റെ അപ്പുറത്ത് ഇപ്പൊ എന്താ ഉള്ളത്? മോനെന്ന് പറഞ്ഞ്, എനിക്കറിയില്ലപ്പ. എന്നാ ഉപ്പ എന്ന് പറഞ്ഞ്, എനിക്കും അറിയില്ല മോനെ. എന്താ? നമുക്ക് മറക്കപ്പുറത്തുള്ളത് കാണാൻ കഴിയൂല. എന്നാ അള്ളാഹ് അങ്ങനെയല്ല, അള്ളാഹ്ക്ക് എല്ലാം കാണാൻ കഴിയും. മോനെ, നമ്മൾ എന്തേലും കാണണമെന്നുണ്ടെങ്കിൽ റൂമിൽ ലൈറ്റ് ഇടുകയാണ്, ഇരുട്ടത്ത് കാണാൻ കഴിയില്ല. അള്ളാഹുവിന് അതും പ്രശ്നമല്ല. നമ്മളൊക്കെ എല്ലാവരും വീട്ടിൽ ഉറങ്ങുന്നുണ്ട്, അള്ളാഹ് ഉറങ്ങുന്നില്ല. നമ്മളൊക്കെ ഇടയ്ക്ക് ക്ഷീണിച്ചിട്ട് പ്രയാസത്തോടുകൂടെ പലപ്പോഴും തളരാറുണ്ട്, അള്ളാഹുവിന് അതൊന്നുമില്ല. നമ്മെ നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന റഹ്മാനായ നാഥനാണ് നമ്മുടെ റബ്ബ് എന്നൊരു കുട്ടിക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അങ്ങനെ 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 അങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോ കുട്ടിയോട് ചോദിക്കണം, മോനെ, നീ ഇപ്പോ അള്ളാന്ന് വിളിക്കുമ്പോ, നമ്മൾ അള്ളാന്ന് വിളിക്കുമ്പോ നമ്മൾ എന്തിനാ നമ്മൾ അള്ളാന്ന് വിളിക്കുന്നത്? ആ കുട്ടിക്ക്, ഏത് കുട്ടിക്കും മനസ്സിലാകും. ഉടനെ പറഞ്ഞു കൊടുക്കണം, അള്ളാന്ന് വിളിക്കുമ്പോ നമ്മുടെ വിശ്വാസം എന്താണ്? എന്റെ വിളി അള്ളാഹു കേൾക്കുന്നുണ്ട്. ഞാൻ എവിടുന്ന് വിളിച്ചാലും കേൾക്കും, ഏത് ഭാഷയിൽ ഞാൻ വിളിച്ചാലും കേൾക്കും. എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എവിടെയാണെന്നത് പ്രശ്നമില്ല. എന്റെ മനസ്സിലെ വികാരങ്ങൾ പോലും അള്ളാഹ്ക്കറിയാം. അള്ളാഹു താല എപ്പോഴും തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ആ കുട്ടിക്ക് മനസ്സിലാകാവുന്ന കാര്യങ്ങളും തത്വങ്ങളും കൃത്യമായി ഒരു കുട്ടിയോട് പറഞ്ഞു പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്താൽ അവസാനം ആ കുട്ടി വളരെ കൃത്യമായി തന്നെ പഠിച്ചു മനസ്സിലാക്കും എന്താണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന്. എന്നിട്ട് പറഞ്ഞു കൊടുക്കണം, ആ കുട്ടിയോട് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം, മോനെ, ഈ പ്രത്യേകമായ കഴിവിൽ ലോകത്ത് ഒരാൾക്കും എത്തിപ്പെടാൻ കഴിയൂല. അള്ളാഹുവിൽ മറ്റൊരാൾ നമുക്ക് സമനെ ഉണ്ടാക്കുവാൻ പാടില്ല. നമ്മൾ എവിടെ നിന്ന് വിളിച്ചാലും നമ്മെ കാണുന്ന, എവിടെ നിന്ന് വിളിച്ചാലും നമ്മുടെ വിളി കേൾക്കുന്ന, നമ്മുടെ മനസ്സിലെ വികാരങ്ങൾ പോലും രഹസ്യങ്ങൾ പോലും അറിയുന്ന, സദാസമയം നമ്മെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ഒരു ശക്തി ലോകത്തില്ല. അങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് പ്രിയപ്പെട്ട മോനെ അവരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. മോൻ കാണുന്നില്ലേ, പല ആളുകളും പല ദൈവങ്ങളെയൊക്കെ വിളിക്കുന്നില്ലേ, പല ദൈവങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ലേ, പലരെയും വിളിച്ച് സഹായം തേടുന്നത് കാണുന്നില്ലേ? ഇതൊക്കെയും അള്ളാഹുവിന്റെ പ്രത്യേകമായ അധികാരങ്ങളിലും അവകാശങ്ങളിലും മറ്റുള്ളവരെ പങ്കുചേർക്കുകയാണ്. അള്ളാഹു കാണും പോലെ അവരൊക്കെ കാണുന്നുണ്ട്. എവിടുന്ന് വിളിച്ചാലും അങ്ങനെ പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ, അവരോടൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പ്രാർത്ഥന കേൾക്കുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നിങ്ങനെ ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്ന പ്രായത്തിലും അവരുടെ പക്വതക്കും പ്രായത്തിനും അനുസരിച്ച് അവരുടെ വയസ്സ് കൂടുമ്പോ കൂടുതൽ കൂടുതൽ വിശാലമായ ചർച്ചകളിലേക്ക് ഇങ്ങനെ പോകണം. അങ്ങനെ അവർക്ക് തൗഹീദ് പകർന്നു കൊടുക്കണം. ഏറ്റവും പരമപ്രധാനം അത് തന്നെയാണ്. വേറെ എവിടെ നിന്നും തൗഹീദ് കിട്ടുന്നതിനേക്കാൾ മക്കൾക്ക് വീടിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് തൗഹീദ് കിട്ടണം. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഇന്നതൊക്കെ ശിർക്കാണ്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാകും, അള്ളാഹുവിന് പാർട്ട്ണറെ സ്ഥാപിക്കലാകും, അത് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാതകമാണ് മോനെ. അതാണ് ഇവിടെ ലുഖ്മാൻ തന്റെ മകനോട് ആദ്യമായി ഉപദേശിച്ചത്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, എന്റെ കുഞ്ഞുമോനെ, നീ ഒരിക്കലും അള്ളാഹുവിൽ പങ്കുചേർക്കരുത്. ഇന്ന ശിർക ലളുൽമുൻ അളീം. ഇത്രേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഒരു ലുഖ്മാൻ എന്ന പിതാവ് തന്റെ മകനോട് ഇത് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കും എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. എന്താ കാരണം? വിശദീകരണം പറഞ്ഞു കൊടുക്കാതെ കുട്ടികൾക്ക് എന്താ മനസ്സിലാവുക? അതുകൊണ്ട് നമ്മളും മനസ്സിലാക്കണം. പരമപ്രധാനമായ പോയിന്റ് ഇവിടെ എടുത്തു പറഞ്ഞു. എന്ത്? ആദ്യം ഒരു രക്ഷിതാവ് തന്റെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത് ശിർക്കിനെതിരെയുള്ള ബോധവൽക്കരണമാണ്. ശിർക്ക് എന്താണ്, തൗഹീദ് എന്താണ് എന്ന് കൃത്യമായി
ഓരോ കുട്ടികളുടെയും പ്രായത്തിന്റെ വളർച്ചയനുസരിച്ചുകൊണ്ട് അവരവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഈ ഡ്യൂട്ടി നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ? ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ആലോചിച്ചു നോക്കുക. ഞാൻ എൻ്റെ മക്കൾക്ക് മനസ്സിലാകുന്ന നിലക്ക് അവരുടെ കൂടെയുള്ള ഇരുത്തത്തിൽ, അവരുടെ കൂടെയുള്ള നടത്തത്തിൽ, അവരുടെ കൂടെയുള്ള സംസാരവേളകളിൽ അവരൊന്നിച്ച് ഞാൻ സമയം പങ്കിടുമ്പോഴൊക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ ഞാൻ ഈ തൗഹീദിനെ എൻ്റെ മക്കൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ഓരോ രക്ഷിതാക്കളും ആലോചിക്കുക. ഇത് വളരെ പ്രധാനമാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തി കൊടുക്കണം. അള്ളാന്റെ മഹത്വം പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് കുട്ടിയുടെ മനസ്സിൽ അള്ളാനെ കുറിച്ചുള്ള ബോധമാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. മോനെ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ, അള്ളാന്റെ ഗുണം പറഞ്ഞു കൊടുക്കണം. അള്ളാഹ്ക്ക് മനസ്സിലുള്ളത് വരെ അറിയാട്ടോ. നീ ഉപ്പനോടൊക്കെ പലപ്പോഴും കളവ് പറയുന്നുണ്ടാകും, മനസ്സിലുള്ളത് ഉപ്പാക്ക് അറിയില്ല. നീ പറഞ്ഞത് ഉപ്പ അങ്ങ് വിശ്വസിക്കും. പക്ഷേ മോനെ, ഉപ്പയെയും നിന്നെയും സൃഷ്ടിച്ച് ഇനി ഞാനും നീയുമൊക്കെ മരിച്ചാൽ ഒരു ശക്തിയുടെ അരികിലേക്കാണ് പോകേണ്ടത്. അവനാണ് അള്ളാഹു. ആ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുമ്പോ എന്നെയും നിന്നെയും ആ റബ്ബ് വിചാരണ ചെയ്യും. അള്ളാഹുവിന് എല്ലാം അറിയാം കേട്ടോ. അള്ളാഹിനെ മറച്ചു വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലട്ടോ. ഞാൻ ഉറങ്ങും, ഉമ്മ ഉറങ്ങും, എല്ലാവരും ഉറങ്ങും. നീ റൂമിൽ ഒറ്റക്കാണെങ്കിലും നീ വിചാരിക്കരുത് ഒറ്റക്കാണെന്ന്. ഉറങ്ങാത്ത, മയങ്ങാത്ത, മരിക്കാത്ത കണ്ണുകൾ നിന്നെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അത് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോഴേ മക്കൾക്ക് അള്ളാഹിനെ പേടി ഉണ്ടാകുക. അങ്ങനെയാണ് അള്ളാഹിനെ പേടി ഉണ്ടാകണം മക്കളിൽ. കാരണം അവരെങ്ങനെ പിന്നാലെ നടക്കാൻ പറ്റുമോ നമുക്ക്? അവർ 24 മണിക്കൂറിൽ 5-6 മണിക്കൂർ ഉറങ്ങുന്നുണ്ടെങ്കിൽ ബാക്കി 20 മണിക്കൂറും അവർ നമ്മുടെ കൂടെയല്ല, മറ്റു പലരുടെയും കൂടെയാണ്. അവർക്കൊരു സ്വയം കൺട്രോൾ കിട്ടണം. അതിന് അള്ളാഹ് അവരെ നോക്കുന്നുണ്ട് എന്ന് പഠിക്കണം. അതാ ലുഖ്മാൻ തന്റെ മകന് കൊടുത്ത ഉപദേശം നോക്കൂ നിങ്ങൾ. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. നമ്മൾ കൊടുത്തോ നമ്മളെ മക്കൾക്ക് ഈ ഉപദേശം? ബാപ്പ കൊടുക്കുന്ന ഉപദേശമാണ്. യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കടുക് തരിയോളം തൂക്കമുള്ളതാണെങ്കിലും, ഒരു കടുകിന്റെ തരി, ഒരു കടുക് മണി എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ നിറോ അതിന്റെ കറുപ്പും ഒരു ചെറിയ ഒരു മണി, അത് നീ എവിടെ വെക്ക്? ആകാശങ്ങളിലോ ഭൂമിയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാറക്കുള്ളിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു കടുകിന്റെ തരി ഇരിപ്പുണ്ടെങ്കിലും യഅതി ബിഹല്ലാഹ്, അല്ലാഹ് അതിനെ കൊണ്ടുവരിക തന്നെ ചെയ്യും. അള്ളാഹു എല്ലാം സൂക്ഷ്മമായി അത്രക്ക് കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്, മനസ്സിലാക്കുന്നവനാണ്. കേട്ടോ, കുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തു. എന്താ മോനെ, ആരെയും പേടിച്ചിട്ടല്ല തെറ്റില്ലെന്ന് പിന്മാറേണ്ടത്. ഇനി ഉമ്മ കാണോ, ഉപ്പ അറിയോ, ജ്യേഷ്ഠൻ അറിയോ, അനുജൻ അറിയോ, ഒപ്പം പഠിക്കുന്നവരറിയോ, പഠിപ്പിക്കുന്ന ഉസ്താദ് അറിയോ, പഠിപ്പിക്കുന്ന മാഷ് അറിയോ, ടീച്ചർ അറിയോ, അതൊന്നും നോക്കിയിട്ടല്ല മോനെ നീ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടത്. അള്ളാനെ ഓർത്തിട്ടായിരിക്കണം. കാരണം അവരൊക്കെ കാണാതെയും അറിയാതെയും ഒക്കെ പലതും ഈ ലോകത്ത് നടക്കും. പക്ഷേ ഏകനായ അള്ളാഹു ഒരു ചെറിയ കറുത്ത കടുക് തരി, ആ കടുക് തരി ഒരു കരിമ്പാറക്കെട്ടിന്റെ ഉള്ളിൽ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെങ്കിലും ഒരു ഭാഗത്തൊരു തരി ഇട്ടിട്ടുണ്ടെങ്കിലും അള്ളാഹ് അത് കാണും, അള്ളാഹ് അത് കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ ഒരു കടുകുമണിയോളം നമ്മൾ എന്ത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും മരണത്തിന്റെ ശേഷം പരലോകത്ത് അള്ളാഹു അത് നമ്മുടെ മുമ്പിൽ കാണിക്കും, അത് കൊണ്ടുവരും, നമ്മെ വിചാരണ ചെയ്യും എന്ന കൃത്യമായ പടച്ചവനെ പേടി, അള്ളാഹുവിനെ പേടി. അത്തരത്തിൽ അള്ളാഹുവിനെ ഭയമുള്ള മക്കളെ എവിടേക്കും ധൈര്യമായിട്ട് നമുക്ക് വിടാം. അവനെ കൺട്രോൾ ചെയ്യാൻ അവൻ കൺട്രോൾ ചെയ്യും. അള്ളാഹിനെ കുറിച്ചുള്ളൊരു പേടി അവരുടെ മനസ്സിലുണ്ടാകാൻ വേണ്ടി. അതില്ലാതെ യാതൊരു പ്രയോജനമല്ല. ബാപ്പന്റെ അടി പേടിച്ചിട്ട് ഒരുത്തൻ എന്തെങ്കിലും ചെയ്താലോ, ബാപ്പ അടിക്കൂല, ബാപ്പ കാണുന്നില്ല എന്ന് കണ്ടാൽ നിർബാധം അവന് തെറ്റ് ചെയ്യാൻ. ഉമ്മ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തെറ്റ് ചെയ്യാതിരിക്കുന്നതെങ്കിലോ ഉമ്മ കാണാത്ത അവസ്ഥയിൽ ആ കുഞ്ഞിന് നിർബാധം തെറ്റുകൾ ചെയ്യാമെന്ന മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്. മറിച്ച് നമ്മൾ കൊടുക്കേണ്ട മെസ്സേജ് ഞാൻ കാണലോ, ഉമ്മ കാണലോ, മറ്റുള്ളവർ കാണലോ അല്ല മോനെ. അള്ളാഹുവിന്റെ കാഴ്ചയിൽ നിന്ന്, അള്ളാഹുവിന്റെ കേൾവിയിൽ നിന്ന്, അള്ളാഹുവിന്റെ അറിവിൽ നിന്ന്, അള്ളാഹുവിന്റെ നോട്ടത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, ഒരു മൈക്രോ സെക്കൻഡ് നേരത്തേക്ക് പോലും എന്ന ഉത്ബോധനം നൽകി. അതാണ് ഇവിടെ ലുഖ്മാൻ ചെയ്തത്. മോനെ, മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദൽ,
മിസ്കാലു ഹബ്ബത്തിൻ മിൻ ഖർദൽ, കടുക് തരിയോളം തൂക്കമുള്ള ഒരു ചെറിയൊരു കാര്യം മോനെ നീ ചെയ്താലും അല്ലാഹ്, അത് അള്ളാഹ് അറിയട്ടോ, അള്ളാഹ് കൊണ്ടുവരും. അതിന്റെ പേരിൽ നീ വിചാരണ നേരിടേണ്ടി വരും. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. കൃത്യമായ ഉത്ബോധനം അത് കൊടുത്തു. ആ രക്ഷിതാവ് തന്റെ മകന് കൊടുത്ത ഉപദേശമായി സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. റഹ്മാനായ റബ്ബിനെ കുറിച്ച് എങ്ങനെയൊക്കെ പരിചയപ്പെടുത്താൻ നമുക്ക് കഴിയുമോ അങ്ങനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം. അല്ലാഹ് റഊഫാണ്, വാത്സല്യമുള്ളവനാണ്, ഏറെ സ്നേഹമുള്ളവനാണ്. നമ്മളൊരു കടയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു വെള്ളം കുടിക്കണമെങ്കിൽ, ഒരു ചായ കുടിക്കണമെങ്കിൽ മോനെ ബില്ലടക്കണ്ടേ? നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നു, ഇന്ന് വരെ ആർക്കാ നമ്മൾ ബില്ലടച്ചത് മോനെ? നമ്മൾക്ക് ആർക്കെങ്കിലും ബില്ലടക്കേണ്ടി വന്നിട്ടുണ്ടോ? ആക്സിഡന്റ് പറ്റിയിട്ട് ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് ഒരു പേഷ്യന്റിന്റെ രോഗിയുടെ ശരീരത്തിൽ കയറ്റിയാൽ അതിന് ബില്ല് വരുന്ന മോനെ. നമ്മുടെ ബോഡിയിൽ എത്ര ലിറ്റർ രക്തമാണ് മോനെ നമ്മുടെ ബോഡിയിലെ സിരകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് വരെ നമ്മൾ ആർക്കാണ് ബില്ല് കൊടുത്തത്? ഇതൊക്കെ നമുക്ക് അല്ലാഹ് തരില്ലേ? നമ്മുടെ കയ്യിലുള്ള മൊബൈലിന്റെ ക്യാമറയുടെ പവർ എത്രയാണ്? എത്ര ദൂരത്തേക്ക് അത് കിട്ടും? അതേ അവസരത്തിൽ അള്ളാഹു നമുക്ക് തന്ന നമ്മുടെ മുഖത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ള ഈ രണ്ട് കണ്ണ്, ആ രണ്ട് കണ്ണിന്റെ പവർ എത്രയാണ്? എത്ര ദൂരത്തേക്കാണ് ആ കാഴ്ച പോകുന്നത്? അവിടേക്ക് നമ്മുടെ ക്യാമറ പോകുമോ? പോവില്ല. എന്നിട്ട് നമുക്കിത് ആർക്കാണ് നമ്മൾ ബില്ലടച്ചത്? ഇതൊക്കെ മനസ്സിലാക്കാവുന്ന ലളിതമായ സത്യങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അല്ലാഹ് ആരാന്ന് പറഞ്ഞു കൊടുക്കണം. ആദ്യം അറിയിക്കേണ്ടത് അല്ലാഹ് ആരാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ അറിയണം, നീ പഠിക്കണം, നീ മനസ്സിലാക്കണം. അന്നഹു കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് ഒഴികെ ഒരു ആരാധ്യനില്ല. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് കുട്ടികൾക്ക് മനസ്സിലാകുന്ന ലളിതമായ മറുപടികൾ ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ ഇബാദത്തുകളോടുള്ള സ്നേഹം അവരിൽ വളർത്തണം. മക്കൾക്ക് അള്ളാഹിനെ പറ്റിയുള്ള ബോധം ആദ്യം ഉണ്ടാക്കിയെടുത്താലേ എന്തിനാണ് ഞാൻ നിസ്കരിക്കുന്നത്, എന്തിനു വേണ്ടി ഞാൻ സുബഹിക്ക് എഴുന്നേൽക്കണം? ബാപ്പാക്ക് വേണ്ടിയാണോ, ഉമ്മാക്ക് വേണ്ടിയാണോ? അല്ല, ഞാൻ എന്റെ റബ്ബിന് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി, ഞാൻ ഏറെ സ്നേഹിക്കുന്ന എന്റെ അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഞാൻ നിസ്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത്, വിശ്വാസരംഗത്തുള്ള അവന്റെ ബാധ്യത ഓർമ്മപ്പെടുത്തിയപ്പോൾ മഹാനായ ലുഖ്മാൻ തന്റെ പിതാവായ ലുഖ്മാൻ തന്റെ മോനോട് പറഞ്ഞു, യാ ബുനയ്യ അഖിമിസ് സ്വലാഹ് വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. കണ്ടോ, കർമ്മരംഗത്തേക്കുള്ള ഉപദേശങ്ങൾ കൊടുക്കുക. വിശ്വാസം ഉറച്ചു കഴിഞ്ഞ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ. നീ മോനെ, നീ നിസ്കാരം നിലനിർത്തണം. യാ ബുനയ്യ അഖിമിസ് സ്വലാഹ്, നീ നിസ്കാരം നിലനിർത്തണം. അപ്പൊ അത് മാത്രാവോ ലുഖ്മാൻ പറഞ്ഞിട്ടുണ്ടാവുക? അല്ല. എന്താ നിസ്കാരം ബാപ്പ? അപ്പൊ നിസ്കാരം പറഞ്ഞു കൊടുക്കണം. എങ്ങനെ നിസ്കാരത്തിന്റെ നിയമങ്ങൾ അതൊക്കെ പറഞ്ഞു കൊടുക്കണം. അതൊക്കെ നമ്മൾ ഏതിൽ നിന്ന് മനസ്സിലാക്കണം? ഖുർആനിന്റെ ശൈലിയിൽ നിന്ന് മനസ്സിലാക്കണം. വെറുതെ ഒരു വാക്കാണ് പറഞ്ഞു നിർത്തൂലല്ലോ. അപ്പൊ അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടാകും? എല്ലാം ഒരു പിതാവിൽ നിന്ന് മക്കൾക്ക് കിട്ടി എന്നർത്ഥം. അത് കൊടുക്കാൻ നമുക്ക് കഴിയണം. അവർ മദ്രസകളിൽ പഠിക്കുന്നു, ബാലപാഠങ്ങളിൽ നിന്ന് പഠിക്കുന്നു, അതൊക്കെ കിട്ടണം. പക്ഷെ അതിന്റെയൊക്കെ കൂടെ എല്ലാ രക്ഷിതാക്കൾക്കും ഒരു നിർബന്ധമുണ്ട്. ഞാൻ എന്റെ മോനെ മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്, ഞാൻ അവനെ ടീനേജ് ക്ലാസ്സിന് പറഞ്ഞയക്കുന്നുണ്ട്. ബാധ്യത തീരൂല. അതവര് പഠിക്കുന്നു. പക്ഷെ ഓരോന്നും വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് വീട്ടിൽ നിന്ന് തന്നെ കിട്ടണം. അവിടെ ലുഖ്മാൻ പറഞ്ഞു കൊടുക്കാണ്, നീ നിസ്കാരം നിലനിർത്തണം. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു രക്ഷിതാക്കളോട്, വഅ്മുർ അഹ്ലക ബിസ്സലാഹ്, നീ നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. അത് തന്റെ കുടുംബത്തോട്, തന്റെ മക്കളോടും തന്റെ ഭാര്യയോടും എല്ലാവരോടും. അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിൽ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെറുപ്പത്തിലേ നോക്കണം, പ്രായപൂർത്തിയായിട്ട് പറഞ്ഞു കൊടുത്താ പോരാ. പലപ്പോഴും രക്ഷിതാക്കൾ പറയും, അവൻ കിടന്നുറങ്ങിക്കോട്ടെ, അവൻ ചെറിയ കുട്ടിയല്ലേ, അതൊക്കെ അവനങ്ങ് പ്രായമെത്തുമ്പോ, അവന് സ്വന്തം ബോധമെത്തുമ്പോ അവനങ്ങ് ചെയ്തോളും. പറ്റില്ല. ഇസ്ലാം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മരമായിട്ട് നീ വളക്കാൻ ശ്രമിച്ചാ വളയൂല. ചെറിയ കൊമ്പായി വളരുമ്പോ തന്നെ നീ ഒന്ന് ശ്രമിച്ചാലേ അത് യഥാർത്ഥ ദിശയിലേക്ക് വളർന്നു പോവുകയുള്ളൂ.
അതുകൊണ്ട് ഇസ്ലാം പറയാണ് രക്ഷിതാക്കളോട്, മുറൂ ഔലാദക്കും ബിസ്സലാ, നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. വഹും അബ്നാഉ സബ്ഇ സിനീൻ, അവർ 7 വയസ്സുകാരായിരിക്കേ. കേട്ടോ, 7 വയസ്സ് വരെ. 7 വയസ്സാവുമ്പോ ചിലപ്പോൾ വാപ്പ കാണുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് നിസ്കരിച്ചിട്ട് നിസ്കരിക്കാതെയൊക്കെ ഉണ്ടാവും. പക്ഷെ 7 ആയാൽ പിന്നെ കൽപ്പന കൊടുക്കണം. 7 ആയാൽ പിന്നെ കൽപ്പന കൊടുക്കണം എന്നാണ്. ഇനിയും 8 കൊല്ലം കഴിയണം. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ മനോഭാവമല്ല ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇസ്ലാമികമായിട്ട് ഒരു കുട്ടിക്ക് നിസ്കാരം നിർബന്ധമാണെങ്കിൽ, ആൺകുട്ടിയാണെങ്കിൽ അവനൊരു 15 വയസ്സ്, പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് ആദ്യത്തെ മെൻസസ് ബ്ലഡ് വരെ. അതിപ്പോ ചിലപ്പോൾ 15 ആവണ്ട, 13-ലും 9-ലും 10-ലും ഒക്കെ ആവും. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു 15 വയസ്സ് മിനിമം ആവണം. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? 7 വയസ്സ്, പിന്നെയും 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് നിസ്കാരം നിർബന്ധമാണ്. പക്ഷേ മാതാപിതാക്കളോട് പറയാണ്, നിങ്ങൾ അവനെ 7ാമത്തെ വയസ്സിൽ തന്നെ നിസ്കാരത്തിന് ഓർഡർ ഇടണം, കൽപ്പന കൊടുക്കണം. അതുവരെയൊക്കെ കുട്ടികൾ നിസ്കരിക്കും, പള്ളിയിൽ പോരും പോവാതെയും സുബൈക്ക് നീട്ടിട്ടും നീൽക്കാതെയും ഒക്കെ ഉണ്ടാകും. പക്ഷേ 7 ആയാൽ കണിശതയുണ്ട്, കൽപ്പിക്കണം, കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഏത് പ്രായത്തിൽ? 7-ലും 8-ലും 9-ലും ഒക്കെ കൽപ്പന മതിട്ടോ, കൽപ്പന മതി, ഒക്കെ കൽപ്പന. ആ സമയത്ത് നിസ്കരിക്കണ്ടെന്നല്ല, അങ്ങനെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചു. 7ാം വയസ്സായ സുബൈക്ക് നീക്കണ്ടെന്ന് അതിന്റെ അർത്ഥം. വേണമെങ്കിൽ നീറ്റാ മതി, നല്ല കൽപ്പനയാണ്. ശിക്ഷിക്കരുത്, ശിക്ഷ എടുക്കാനായിട്ടില്ല. എണീപ്പിക്കണം, മോനെ വാ, എഴുന്നേൽക്ക്, നിസ്കരിച്ചോ മോനെ, ളുഹർ നിസ്കരിച്ചോ, അസർ നിസ്കരിച്ചോ, മഗ്രിബ് ഇശ ഒക്കെ ചോദിക്കണം. എന്തിന്? അങ്ങനെ കൽപ്പിച്ച് വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ 10. 10 വയസ്സായി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നിങ്ങൾ അവരെ അടിക്കുകയും ചെയ്യുക. കുട്ടികളെ മുണ്ടമ്മടി എടുത്ത് തല്ലാനൊന്നുമല്ല പറയുന്നത്. ലർബ് എന്ന് കേൾക്കുമ്പോഴേക്ക് ആൾക്കാർ കണ്ടോ ബാലപീഡനം പറഞ്ഞിട്ടുണ്ട്. കാരണം ഖുറാനിൽ പെണ്ണുങ്ങളെ അടിക്കേണ്ട സ്ത്രീ പീഡനം പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ ബാലപീഡനവും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ലർബ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെയൊക്കെ അടി എന്ന് പറഞ്ഞാൽ അത് മറ്റേ അടിയൊന്നുമല്ല, ഉള്ളങ്ങട്ട് കലങ്ങണ പുറത്തേക്ക് മുറിയൊന്നും കാണാത്ത ഇത് ശിക്ഷാ നടപടികളാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടവരിൽ നിന്നൊരു ചൊട്ട് കിട്ടിയാൽ തന്നെ വേദനയാവും. നമ്മളെ മക്കളങ്ങനെ ഏറ്റവും നമ്മളിങ്ങനെ കൊഞ്ചി നല്ല രൂപത്തിൽ ഇങ്ങനെ വളർത്തി സ്നേഹിച്ച് കൊണ്ടു നടന്നതിന് ഇടയിൽ അടിക്കൊന്നും വേണ്ട, ദേഷ്യം പിടിച്ചോണ്ട് നോക്കിയാൽ തന്നെ കുട്ടിയാണ് കരയും. എന്താ പ്രശ്നം? മനസ്സിനത് വല്ലാത്ത വേദനയായി. അതാ വേദന. അപ്പൊ നിങ്ങൾ അവരെ അടിക്കുക. 10 വയസ്സായി കഴിഞ്ഞാൽ കുട്ടിക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? ഇല്ല, ഇനിയും കഴിയണം 5 വയസ്സ്, ഇനിയും 5 വയസ്സ് കഴിയണം. എന്നിട്ടും നമ്മൾ അള്ളാന്റെ റസൂൽ പറയാണ് നിങ്ങൾ അടിക്കണം. ഇനി അവന് നിർബന്ധമായ രൂപത്തിൽ. കാരണം എങ്കിലേ ഇത് വലുതാവുമ്പോൾ വളയുള്ളൂ. മൂത്തിട്ട് നിങ്ങൾ എന്ത് കാണിച്ചാലും ശരിയാവൂല. അപ്പൊ ഇത് ചെറുപ്പത്തിലേ കൊടുക്കണം. 10 വയസ്സായി കഴിഞ്ഞാൽ ഇബാദത്തിൽ മാത്രമല്ല, അവർക്ക് ചില സംസ്കാരങ്ങളും നിങ്ങൾ പകർന്നു കൊടുക്കണേ. ഒരു ബെഡിൽ, ഒരു പുതപ്പിനുള്ളിൽ ബ്രദറും സിസ്റ്ററുമാണെങ്കിലും 2 ബ്രദേഴ്സ് ആണെങ്കിലും ഒന്നിച്ചുറങ്ങാൻ സമ്മതിക്കരുത്, വേറെ കിടത്തണം. കിടപ്പ് സ്ഥാനങ്ങളിൽ നിങ്ങൾ അവരെ വേർപിരിക്കണം. ഒരുപാട് തത്വങ്ങൾ അതിലുണ്ട്. അതുകൊണ്ടാ പറയുന്നത്, ഒരു പുതപ്പിനുള്ളിൽ ഒരാങ്ങളയും പെങ്ങളുമാണെങ്കിലും, അതല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠനും അനുജനുമാണെങ്കിലും കിടന്നുറങ്ങരുത്. എപ്പോ? 10 വയസ്സുള്ളവരാണെങ്കിൽ. 10 വയസ്സും അതിന്റെ മീതയുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു പുതപ്പിനുള്ളിൽ 2 കുട്ടികൾ ഉറങ്ങാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമമാണ്. അത് ഇസ്ലാമികമായിട്ട് ഒരുപാട് ഹിക്മത്തുകൾ അതിലുണ്ട്. ആലോചിക്കേണ്ട ആവശ്യമില്ലാത്തത്ര ഇന്ന് ലോകം അത് ആവശ്യപ്പെടുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വൃത്തികേടുകളുടെ ലോകത്തേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറ വളരുമ്പോ ഇതിന്റെ വ്യാഖ്യാനങ്ങളും ഇതിന്റെ പരിഭാഷകളുമൊന്നും തേടിയിട്ട് ഗ്രന്ഥശാലകളിൽ നമ്മളാരും സമയം കളയേണ്ടതില്ല. നമുക്കൊക്കെ മനസ്സിലായി എന്തിനാ അങ്ങനെ പറഞ്ഞത്, നമുക്കൊക്കെ തിരിഞ്ഞു എന്തിനാണ് ആ നിർദ്ദേശമെന്ന്. അതിന് തന്നെയാണ് ഇസ്ലാം പറയുന്നത്. മോറൽ, അവന്റെ ആ ഇസ്ലാമികമായ സാംസ്കാരികമായ തനിമ അവനിൽ വളർത്തിക്കൊണ്ടുവരേണ്ടുന്ന പ്രായം അവിടെ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ അങ്ങനെ അവന്റേതായ ചിന്തകളിലേക്ക് പലതും കയറി വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. അതുകൊണ്ട് ഇസ്ലാം
അവിടം മുതൽ തന്നെ പിടിക്കാൻ പറഞ്ഞു, അവിടം മുതൽ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മക്കളോട് പറഞ്ഞു കൊടുക്കണം ആരാണ് മാതാപിതാക്കൾ. ലുക്മാൻ മകനെ വിളിച്ചു പറഞ്ഞു, മോനെ, ശിർക്കിന്റെ ഗൗരവം പറഞ്ഞിട്ട് പറഞ്ഞു, സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ നിനക്ക് കടപ്പാടുള്ളത് നിന്റെ മാതാപിതാക്കളോടാണ്. ആ മാതാപിതാക്കൾ ഏറെ ബുദ്ധിമുട്ടും പ്രയാസവും നിനക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്. പകരം നിനക്കൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. നീ അവരെ എപ്പോഴും അവരോട് നന്ദി കാണിക്കണം, നീ അവരെ സ്നേഹിക്കണം, നീ അവരെ ആദരിക്കണം, നീ അവരെ ബഹുമാനിക്കണം. ഉമ്മ ആരാണ്, ഉപ്പ ആരാണ് എന്ന മെസ്സേജ് പകർന്നു കൊടുക്കണം. അള്ളാഹുവിനോടുള്ള കടമ കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് പകർന്നു കൊടുക്കണം. അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് എന്ന സൂക്ഷ്മതാബോധം പകർന്നു കൊടുക്കണം. നിസ്കാരത്തിന്റെ കാര്യം പകർന്നു കൊടുക്കണം. നന്മ കണ്ടാൽ മോനത് പ്രോത്സാഹിപ്പിക്കണമെന്നും തിന്മയിൽ ഒരിക്കലും സഹകരിക്കരുതെന്നും നന്മയുടെ പ്രചാരകനായി മാറണമെന്നും നല്ലത് പറയുന്നവരുടെയും ചീത്തയായ കൂട്ടുകെട്ടിൽ പെട്ടുപോകാതിരിക്കാനും ചീത്തയുടെ ആളുകളെ തിരുത്താനുമൊക്കെ എന്റെ മോൻ ശ്രദ്ധിക്കണം എന്ന് ഉപദേശം കൊടുക്കുകയാണ്. അതിനൊക്കെ ഏറെ സഹനം വേണം, ക്ഷമ വേണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിനക്ക് ബാധിക്കുന്ന പ്രയാസങ്ങളിൽ നീ ക്ഷമയുള്ളവനാകണം എന്ന് പകർന്നു കൊടുക്കുകയാണ്. ആളുകളോടുള്ള സംസാരത്തിന്റെ മര്യാദ സ്വഭാവ രംഗത്തേക്ക് കിടക്കുകയാണ്. അവസാനം വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർദി മർഹാ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ വഖ്സിദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. കണ്ടോ, ആദ്യം വിശ്വാസം പഠിപ്പിച്ചു കൊടുത്തു, പിന്നീട് അള്ളാഹിനെ കുറിച്ചുള്ള കൃത്യമായ ബോധം പകർന്നു കൊടുത്തു, പിന്നീട് കർമ്മരംഗത്ത് ശ്രദ്ധിക്കേണ്ട പരമപ്രധാനമായ നിസ്കാരമടക്കമുള്ള കാര്യങ്ങൾ, ഇസ്ലാമിക പ്രബോധനത്തിന്റെ പ്രത്യേകത, ഏറ്റവും കൂടുതൽ ക്ഷമയും സഹനവും കാണിക്കേണ്ടുന്നതിന്റെ പ്രത്യേകത പഠിപ്പിച്ചു കൊടുത്തു. മൂന്നാമതായിട്ട് സ്വഭാവ മൂല്യങ്ങളെക്കുറിച്ച് പകർന്നു കൊടുക്കുന്നു. ആളുകളോട് സംസാരിക്കുമ്പോൾ വിനയം കാണിക്കണം മോനെ. കവിള് കോട്ടി സംസാരിക്കരുത്, അവൻ ഇങ്ങനെയെന്നുള്ള അർത്ഥത്തിൽ മുഖം കോട്ടി സംസാരിക്കരുത്. എല്ലാവരെയും നല്ല സ്നേഹത്തോടെ സംസാരിക്കണം. വലാ തുസഇർ ഖദ്ദക ലിന്നാസി, നിന്റെ കവിൾ നീ ജനങ്ങൾക്ക് മുമ്പിൽ കോട്ടിക്കാണിക്കരുത്. അത് ആളെ മോശാക്കലാണ്, ആളെ ഒരു ചീപ്പാക്കലാണ്, ആളെ അവഗണിക്കലാണ് ആ കവിള് കോട്ടിയിട്ടുള്ള വർത്താനം. വിനയത്തോടെ അവരെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കണം. ഭൂമിയിലൂടെ നടക്കുമ്പോൾ ഭയങ്കര അഹങ്കാരവും ഗമയൊന്നും പ്രൗഢൊന്നും പാടില്ല മോനെ. നമ്മളൊക്കെ അള്ളാന്റെ അടിമകളാണ്. വളരെ വിനയത്തോടെ നല്ല കുട്ടികളായി നടക്കണം. വലാ തംശി ഫിൽ അർളി മറഹ, ഒരിക്കലും നീ എന്ത് ചെയ്യരുത്, അള്ളാഹു തആലാക്ക് ഇങ്ങനെ പൊങ്ങച്ചക്കാരെയും ഈ പ്രൗഢ കാണിക്കുന്നവരെയും ഈ അഹന്ത കാണിക്കുന്നവരെയൊന്നും അള്ളാഹ്ക്ക് തീരെ ഇഷ്ടല്ല. അവരോടൊക്കെ അള്ളാഹ്ക്ക് വെറുപ്പാണ് മോനെ. മാത്രല്ല, നീ ശബ്ദം ഉയർത്തേണ്ടിടത്തേ ശബ്ദം ഉയർത്താവൂ. വെറുതെ ഒച്ചയും വിളിയും ബഹളമൊന്നും ഉണ്ടാക്കരുത്. വഗ്ളുദ് മിൻ സൗതിക, നിന്റെ ശബ്ദമൊക്കെ നീ താഴ്ത്തി വളരെ നല്ല കുട്ടിയാവണം. കാരണം ഒരിക്കലും കേൾക്കാൻ ചന്തമില്ലാത്തൊരു ജീവിയുടെ സൗണ്ടാണ് കഴുതയുടെ കരച്ചിൽ. വെറുതെ ആവശ്യമില്ലാത്തടത്ത് ഒച്ചട്ട് കഴുത സമാനമായ, ആർക്കും കേട്ടാൽ വെറുപ്പ് തോന്നുന്ന, എവിടെന്നാണ് ആ അലർച്ച കേൾക്കുന്നത്, അതൊന്ന് നിർത്തിയെങ്കിൽ എന്ന് എല്ലാവരും പറഞ്ഞു പോയേക്കാവുന്ന അനാവശ്യമായ ബഹളങ്ങളിൽ മോനെ നിന്റെ സൗണ്ട് ഉണ്ടാകരുത്. ഇതൊക്കെ ഒരു ബാപ്പ മകനു കൊടുക്കുന്ന ഉപദേശം. എത്ര മനോഹരമായ ഉപദേശങ്ങൾ! എല്ലാ അർത്ഥത്തിലും കർമ്മരംഗവും വിശ്വാസരംഗവും സ്വഭാവരംഗവും. അതാണ് ദീനിയാത്ത്, അമലിയാത്ത്, അഖ്ലാഖ് എല്ലാം പഠിപ്പിച്ചു. വിശ്വാസം, കർമ്മം, സ്വഭാവം എല്ലാം പഠിപ്പിച്ചു. വളരെ കൃത്യമായിട്ട് അത് തന്നെയാണ്. അത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. എന്നിട്ട് മക്കളോട് പറഞ്ഞു കൊടുക്കണം, മോനെ, നമ്മൾ കളങ്കം ചെയ്താൽ അള്ളാഹ്ക്ക് മനസ്സിലാവും. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണം. ഇഖ്ലാസ് എന്താണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മളെ നിയ്യത്താണ് അള്ളാഹ് നോക്കുക. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നമ്മൾ മനസ്സിൽ എന്താണോ കരുതുന്നത് ആ നിയ്യത്തിനനുസരിച്ചാണ് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് പ്രതിഫലം കിട്ടുക എന്ന് രക്ഷിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മാത്രമല്ല, ഭക്ഷണമേശക്ക് ചുറ്റും ഇരിക്കുമ്പോൾ വരെ അവിടെ രക്ഷിതാക്കൾക്ക് കടമയുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വളർത്തിയുണ്ടാക്കുന്ന ആളുകളിൽ അവിടുന്ന് സ്വാധീനിച്ച സ്വാധീനം. മഹാനായ ഉമർ ബിൻ അബി സലമ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, റസൂലുള്ള വളർത്തിയുണ്ടാക്കിയ ഒരു കുട്ടിയാണ്. അദ്ദേഹം പറയാണ്, കുന്തു ഗുലാമൻ ഫീ ഹിജ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂലിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞ ഒരു മോനായിരുന്നു ഞാൻ. അങ്ങനെ റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ച് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ
വകാനത് യദീ തതീഷു ഫിസ്സഹീഫ. കഴിക്കുന്ന പ്ലേറ്റിലെ പല ഭാഗത്തേക്കും എന്റെ കൈ ഇങ്ങനെ പരന്ന് നടക്കാറുണ്ടായിരുന്നു. എന്റെ കൈ പലയിടത്തും കൈയിട്ട് വാരിയെടുക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയാണ്, യാ ഗുലാം, എന്റെ കുഞ്ഞുമോനെ, സമ്മില്ലാഹ തആല, നീ ബിസ്മി ചൊല്ലി കഴിക്കണേ, ബിസ്മി ചൊല്ലണം എന്ന് പഠിപ്പിച്ചു. വകുൽ ബിയമീനിക, വലത് കൈ കൊണ്ട് കഴിക്കണേ. വകുൽ മിമ്മാ യലീക്, നിന്റെ മുൻഭാഗത്ത് നിന്ന് മാത്രം നീ കഴിക്കണേ, പലയിടത്തേക്കും കൈയിട്ട് വാരല്ല. ഒരൊറ്റ ഭക്ഷണം കഴിക്കുന്ന നേരത്തതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മോനോട് ഉപദേശം കൊടുക്കുന്നത് ബിസ്മി ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു. രക്ഷിതാക്കളെ, നമ്മൾ മക്കളെ കൂടെ വരുന്ന ഭക്ഷണം കഴിക്കുമ്പോ നമ്മളും അവരും ബിസ്മി ചൊല്ലിയോ? അതവരെ ശീലിപ്പിക്കണം, അതൊരു ട്രെയിനിങ് കൊടുക്കുക തന്നെ വേണം. നമ്മളത് കുറച്ചു കാലം ഉറക്കെ ഒന്ന് പറയേണ്ടി വരും. അവരൊന്ന് കേൾക്കേ, അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവോളും നമ്മളൊന്ന് ഉറക്കെ ബിസ്മി ചൊല്ലേണ്ടി വരും, അവരൊന്ന് പഠിച്ചെടുക്കുവോളും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, മോനെ, സമ്മില്ലാഹ തആല, ബിസ്മി ചൊല്ലണേ, അള്ളാന്റെ നാമം പറഞ്ഞുകൊണ്ട് കഴിക്കണം. അള്ളയല്ലേ നമുക്കിത് ഭക്ഷിക്കാൻ അവസരം തന്നത്. ഇത് കിട്ടാത്ത എത്രയോ ആളുകളില്ലേ, ഇത് കഴിക്കാൻ പാടില്ലാത്ത എത്രയോ രോഗികളില്ലേ, കഴിക്കാൻ സാധിക്കാത്ത എത്രയോ ആളുകളില്ലേ. അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ മുമ്പിൽ ഈ ഭക്ഷണം കിട്ടി, ഇത് കഴിക്കാൻ നമ്മുടെ കൈക്ക് ആരോഗ്യം തന്നു, അത് ദഹിക്കാൻ നമ്മുടെ ആമാശയം, നമുക്ക് വേണ്ട രൂപത്തിലുള്ള സംവിധാനങ്ങളുമൊക്കെ തന്നവൻ അള്ളയല്ലേ. അള്ളാടെ നാമത്തിൽ കഴിക്കണം. എന്ത് കഴിക്കുമ്പോഴും ബിസ്മി ചൊല്ലാൻ പഠിപ്പിക്കുക, അതൊക്കെ കൊടുക്കുന്ന ഉപദേശമാണ്. അതുപോലെ തന്നെ വകുൽ ബിയമീനിക, വലത്തെ കൈ കൊണ്ട് കഴിക്കണേ മോനെ. നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ മക്കളോട്? ചെറുപ്പത്തിലെ കുട്ടികൾ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ ശീലിക്കുമ്പോ അതൊക്കെ കുറെ കഴിയുമ്പോ അങ്ങ് ശരിയായിക്കോളും, നിങ്ങൾ അതൊന്നും ഇപ്പൊ പറയണ്ടാന്ന്. ബാപ്പ ഉപദേശിക്കുമ്പോ ഉമ്മ എതിർത്തു പോകരുത്, ഉമ്മ ഉപദേശിക്കുമ്പോ ബാപ്പയും ഇടംതടിച്ച് എതിർക്കരുത്. ബാപ്പാക്കും ഉമ്മാക്കും മക്കളുടെ മുമ്പിൽ വെച്ച് ഒരൊറ്റ വോയിസേ ഉണ്ടാകാവൂ. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബാപ്പ ഒന്ന് പറഞ്ഞു കൊടുക്കും, ഉമ്മ മോനെന്നാണ് താങ്ങും. ഉമ്മ ഒന്ന് പറഞ്ഞു കൊടുക്കും, അവ ബാപ്പ മോനെ എന്നാണ് താങ്ങും. അത് പാടില്ല. ഒരിക്കലും രക്ഷിതാക്കൾ തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണത്. ഉമ്മയുടെയും ബാപ്പയുടെയും വോയിസ് വിഘടിക്കാൻ പാടില്ല. മക്കളോടൊരു കാര്യം ഉപദേശം പറയുമ്പോ ഒരിക്കലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ വരെ ബാപ്പയുടെ അഭിപ്രായം പറഞ്ഞ അമ്മ മിണ്ടാൻ പാടില്ല, അതിനെ താങ്ങണം. ഏതെങ്കിലും നിലക്ക് അപാകതയുണ്ടോ, ആ മക്കള് പോയി കഴിഞ്ഞ് സ്വകാര്യതയുടെ ഘട്ടത്തിൽ പറഞ്ഞു കൊടുക്കണം. അല്ല, അങ്ങനെ നമ്മൾ പറയണോ? തർക്കവും സംഭാഷണങ്ങളും ചർച്ചകളും മക്കൾ കേൾക്കേ നടത്തരുത്. കേട്ടാലെന്താ, ആ അമ്മന്റെ സൈഡാ, ബാപ്പാക്ക എന്നോട് ഈറ, ബാപ്പാക്ക എന്നോട് വെറുപ്പ്, അല്ലെങ്കിൽ ബാപ്പാക്ക് എന്നോട് വലിയ സ്നേഹം, അമ്മക്ക് എപ്പോഴും ഇന്നിങ്ങനെ പറയാനെന്നെ പണി. ഈ മക്കൾക്കിടയിൽ രക്ഷിതാക്കളോടുള്ള വ്യത്യസ്ത മനോഭാവം ഉണ്ടാകും. അതൊരിക്കലും വളരാൻ വിടാൻ പാടില്ല. ഒരേ ശബ്ദമായിരിക്കണം, വിഘടിച്ചുകൂടാ. ഉമ്മ വന്ന് ഉപദേശിക്കുന്നുണ്ടോ, ബാപ്പ മിണ്ടാൻ പാടില്ല. ഉമ്മയുടെ ഭാഗത്തിനൊന്നുകൊണ്ട് പറയണം, മോനെ ഉമ്മ പറഞ്ഞത് കേട്ടില്ലേ, ഉമ്മ പറഞ്ഞ എത്ര നല്ലതാണ്, മോൻ കേട്ടില്ലേ. ബാപ്പ ഒരു കാര്യം ഉപദേശിക്കുമ്പോ ഉമ്മ അതിനെ താങ്ങി സംസാരിക്കണം. കണ്ടില്ലേ മോനെ, ഉപ്പ പറഞ്ഞത് കേട്ടില്ലേ, എത്ര നല്ല കാര്യമാണ് ആ പറഞ്ഞത്, മോനെ ശ്രദ്ധിച്ചില്ലേ. ബാപ്പയും ഉമ്മയും ഒരേ നിലപാടിൽ. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം അവിടെ ഉണ്ടെങ്കിൽ തന്നെ ആ അഭിപ്രായ വ്യത്യാസം മക്കൾ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം ചർച്ച ചെയ്യുക. പറയുമ്പോ ഉമ്മയുടെയും ഉപ്പയുടെയും വോയിസ് ഒന്നാണ്, എന്റെ ഒന്നും അവിടെ നടക്കൂല എന്ന് കുട്ടിക്ക് മനസ്സിലാവണം. ഇത് ഉമ്മയുപ്പി ഒരേ രൂപത്തിലാണ്. അതുകൊണ്ടാണ് ശണ്ടകൂടലും കലമ്പലും വഴക്കും വക്കാണവും കേട്ട് വളരുന്ന ഒരു മക്കൾ ഒരിക്കലും പലപ്പോഴും നന്നാവാതെ പോകുന്നു. കാരണം വീട്ടിലേക്ക് വന്ന് കയറിയാൽ വീട്ടിലേക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് മക്കൾക്ക് തോന്നുകയാണ്. കാരണം അവിടെ മാതാപിതാക്കൾ പൊരിഞ്ഞ ബഹളമാണ്, അടിയുടെ വക്കോളം എത്താണ്, സാധനങ്ങൾ എടുത്ത് എറിയാണ്, അടിക്കാണ്, ചീത്ത പറയാണ്. ഭയങ്കരമായിട്ട് വാപ്പയും ഉമ്മയും തമ്മിൽ ചർച്ചയും ബഹളവും കലാപവും ചീത്ത പറയലും അങ്ങോട്ട് പറയലും അതിന് 10 മടങ്ങ് ഇങ്ങോട്ട് പറയലും ഉന്തലും തള്ളലും ഇതൊക്കെ കൂടി കണ്ടുകൊണ്ട് വളരുന്ന ഒരു കുട്ടിയുടെ മനസ്സിന്റെ ഒരു വേദന ആ പ്രായത്തിൽ അനുഭവിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. വല്ലാത്ത വേദനയായിരിക്കും. അതേ അവസരത്തിൽ ഉമ്മയും ഉപ്പയും വളരെ സ്നേഹത്തിലാവുമ്പോൾ കുട്ടികൾക്ക് എന്തൊരു സന്തോഷമായിരിക്കും. കുട്ടികളും അതിൽ പങ്കുചേരും, കുട്ടികളും ആ ആഹ്ലാദത്തിൽ പങ്കുചേരും. അതേ അവസരത്തിൽ ആ ബാപ്പയും ഉമ്മയും തമ്മിൽ ബഹളം കൂട്ടുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, മക്കളുടെ മുഖം പെട്ടെന്ന് മാറും. എന്താ കാരണം? എൻ്റെ മനസ്സ് വേദനിച്ചു എന്നർത്ഥം.
അതുകൊണ്ട് മക്കൾ കാണുകെ കേൾക്കെ രക്ഷിതാക്കൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുകയോ ചണ്ട കൂടുകയോ ചെയ്യാൻ പാടില്ല. അത് അവനിൽ ഒരു ബാഡ് മെസ്സേജ് അവന്റെ ഹൃദയത്തിലേക്ക് പാസ് ചെയ്തു കഴിഞ്ഞു. ഒരു ബാഡ് മെസ്സേജ് അവന്റെ ഹൃദയത്തിലേക്ക്, കുരുന്ന് ഹൃദയത്തിൽ അതൊരു കറുത്ത പുള്ളിയായി അവിടെ വീണു. അതുകൊണ്ട് ഉപദേശിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. വലത്തെ കൈ കൊണ്ട് കുടിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെറിയ കുട്ടിയല്ലോ, അപ്പൊ ഇടത്തെ കൊണ്ട് അങ്ങനെ കുടിച്ചാലെന്താ? ഉമ്മയുടെ കമന്റ്. ഉമ്മ എന്നിങ്ങനെ പറയും, നീ ഇപ്പൊ എത്ര വലിയൊരു ഉപദേശിക്കുന്നു, ചെറിയ കുട്ടിയല്ലേ, അവനിപ്പോ ഇടത്തെ കൈ കൊണ്ടെന്ന് കുടിച്ചു പോയപ്പോ എന്താ സംഭവിക്കുക? ബാപ്പന്റെ കമന്റ്. ഈ കുട്ടി എന്ത് മെസ്സേജ് മനസ്സിലാക്കും? ഈ കുട്ടി അതിൽ നിന്നെന്ത് പാഠം ഉൾക്കൊള്ളും? ഇത്രേ ഇതിനൊക്കെ വിലയുള്ളൂ. ബാപ്പ പറയുമ്പോ ഉമ്മാക്ക് ഇഷ്ടല്ല, അമ്മ പറയുമ്പോ ബാപ്പാക്ക് ഇഷ്ടല്ല. അപ്പൊ ഇനി ഞാൻ ആരുടെയെങ്കിലും ഒരാളാവണം. പാർഷ്വാലിറ്റി അവന്റെ മനസ്സിൽ വളരും. ഇനി ആരെ ഞാൻ പ്രീതിപ്പെടുത്തണം? ബാപ്പാക്കിന്നോട് ഇഷ്ടല്ല, ഉമ്മാക്കാണ് സ്നേഹം, അല്ലെങ്കിൽ ഉമ്മ എനിക്ക് എന്തും വാങ്ങിത്തരും, ബാപ്പാക്കാണ് എതിർപ്പ്. ചില കാര്യങ്ങൾ കുട്ടികൾ ചോദിക്കുമ്പോ ഉമ്മ പറയാൻ കൊടുത്താളിന്ന് ബാപ്പന്റെ ഉമ്മ, ബാപ്പ പറയാ ഇപ്പൊ കൊടുക്കൂല. അപ്പൊ ഈ കുട്ടിക്ക് എന്താ മെസ്സേജ് ഇട്ട്? ഉമ്മാക്കിന്നോട് നല്ല സ്നേഹമാണ്, ബാപ്പാക്ക് മോരെന്താ വെറുപ്പ, എന്നെ ഭയങ്കര വെറുപ്പ, എന്നെ ഒരു സ്നേഹമല്ല. അതേ അവസരത്തിൽ ബാപ്പ കൊടുക്കണ്ടെന്നാണോ പറഞ്ഞു? ഉമ്മയും പറയണം, മോനെ ഇപ്പൊ നിനക്ക് വേണ്ട, ബാപ്പ പറഞ്ഞു കേട്ടില്ലേ. അല്ലെങ്കിൽ ഉമ്മ പറയണം, മോനെ നിനക്കിപ്പോ അത് വേണ്ട, അപ്പൊ ബാപ്പ സപ്പോർട്ട് ചെയ്യണം. കണ്ടില്ല മോനെ ഉമ്മ പറഞ്ഞത് വേണ്ട, എന്നാ വേണ്ട. ഉമ്മ മോന്റെ നല്ല കാര്യത്തിനല്ലേ ഉമ്മ പറയുള്ളൂ, ബാപ്പ സപ്പോർട്ട്. എന്നാൽ ആ കാര്യത്തിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എങ്കിൽ മക്കൾ കേൾക്കാതെ ഒഴിഞ്ഞൊരു സ്ഥലത്ത് പോയിട്ട് അല്ല നമ്മളെ വാങ്ങിക്കൊടുത്താൽ എന്താ, ചർച്ചയ്ക്ക് അവിടുന്ന് തീരുമാനാക്കിയിട്ട് മക്കളുടെ മുമ്പിൽ വരുമ്പോ വോയിസ് എന്തായിരിക്കണം? ഒന്നായിരിക്കണം. അതല്ലെങ്കിൽ ഒരു ചീത്ത സന്ദേശമാണ് മക്കളുടെ കുരുന്നു മനസ്സിലേക്ക് രക്ഷിതാക്കളെ നമ്മൾ ഇട്ടുകൊടുക്കുന്നത്. ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞു, വലത്തെ കൈകൊണ്ട് കഴിക്കണം, നിന്റെ മുമ്പിൽ നിന്ന് ഭക്ഷിക്കണം, വളരെ കൃത്യമായി. അങ്ങനെ ആ രംഗത്തുള്ള പ്രത്യേകമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും വരെ പഠിപ്പിച്ചു കൊടുക്കണം. ഇനിയോ സത്യസന്ധത. സത്യസന്ധത വളരുന്ന അന്തരീക്ഷത്തിൽ നിന്നാണ് കുട്ടികൾ ഏറെ പഠിച്ചെടുക്കേണ്ടത്. സത്യത്തിന് വിരുദ്ധമായിരുന്നു മക്കൾക്ക് രക്ഷിതാക്കളിൽ നിന്ന് അനുഭവപ്പെടേണ്ടി വന്നാൽ തൽക്കാലത്തെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കളവിങ്ങനെ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി ഒരു സംഭവം പറയുന്നുണ്ട്. ദഅത്നി ഉമ്മി യൗമ, ഒരു ദിവസം എന്റെ ഉമ്മ എന്നെ വിളിച്ചു. വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാഇദുൻ ഫീ ബൈതിനാ, അന്നേരം ഞങ്ങളുടെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂലും ഇരിക്കുന്നുണ്ട്. ആ റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ വെച്ച് എന്റെ ഉമ്മ എന്നെ ഒരു കാര്യത്തിന് വിളിച്ചിട്ട് പറഞ്ഞു, ഹാ തആൽ, മോനെ ഇങ്ങോട്ട് വാ, നിനക്ക് ഞാനൊരു സാധനം തരാം. ഇങ്ങോട്ട് വാ മോനെ, ഞാൻ നിനക്കൊരു സാധനം തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയോട് ചോദിച്ചു, മാ അറത്തിയൻ തുഴ്ത്തി, എന്ത് കൊടുക്കാനാണ് നീ പ്ലാനിട്ടത്, എന്ത് കൊടുക്കാനാണ് നീ ഉദ്ദേശിച്ചത്? അന്നേരം അവര് പറഞ്ഞു, അറത്തു അൻഉഅ്തിയഹു തംറ, ഞാനൊരു കാരക്ക കൊടുക്കാനാണ് എന്റെ മനസ്സിൽ കരുതിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ അവരോട് പറയാണ്, അമാ ഇന്നക ലൗലം തുഅ്തിഹി ശൈഅൻ, അതേ ആ സന്ദർഭത്തിലെങ്ങാനും നീ ആ മോനെ വിളിച്ചിട്ട് നിനക്ക് ഞാൻ തരാമെന്ന് പറയുമ്പോ ഒന്നും കൊടുക്കാതിരിക്കാനാണ് നിന്റെ താൽക്കാലികമായി അവൻ വിളിച്ചേടത്ത് വരൽ മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ ആ കാരണത്താൽ വമ്പിച്ച ഒരു കളവ് നീ പറഞ്ഞതായി നിന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ സാധാരണ വീടുകളിൽ ഉണ്ടാകുന്ന സംഗതി. എന്നിട്ട് വാ മോനെ, നീ ഇത് ചെയ്യ, നിനക്ക് ഞാനത് തരാം, നിനക്ക് ഞാനൊരു സാധനം തരാന്നൊക്കെ പറയും. ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് വരലായിരിക്കും ഉദ്ദേശം. അവങ്ങിട്ട് വരലായിരിക്കും, ഞാൻ നല്ലൊരു പ്രൈസ് നിനക്ക് കരുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയും. എന്ത് പ്രൈസ്? ഒന്നുമില്ല, ഒന്നുമില്ല. കളവാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഗൗരവമാണ്. തൽക്കാലം നമ്മുടെ കാര്യം നേടല എല്ലാ രക്ഷിതാക്കളും വിചാരിക്കുക. നമ്മൾ തന്നെ കുട്ടികൾക്ക് പാഠം പഠിപ്പിച്ചു കൊടുക്കണം. പാഠം 1 നുണ പറയൽ നമ്മളാണ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താ കാരണം? ഒരു ഫോൺ ഇങ്ങനെ വരികയാണ്. ഫോൺ ഇങ്ങനെ വരുമ്പോ ബാപ്പ പറയണ മോനോട്, മോനെ ഫോൺ എടുത്തിട്ട് ബാപ്പ ഇവിടെ ഇല്ല പറഞ്ഞോളാ, ബാപ്പ ബാത്റൂമിലാന്ന് പറഞ്ഞോളാ, ബാപ്പ ഉറങ്ങാന്ന് പറഞ്ഞോളാ. കുട്ടിക്ക് നല്ല പാഠല്ലേ പഠിപ്പിച്ചു കൊടുത്ത്. അപ്പൊ കുട്ടി മനസ്സിലാക്കി എന്ത്? നുണ പറയാ. ബാപ്പാനപ്പ വിളിച്ച് ബാപ്പാക്ക് ഇപ്പൊ സംസാരിക്കണം എന്ന് വന്നപ്പോ ഫോൺ എടുത്തിട്ട് എന്നോട് എന്താ പറയാൻ പറഞ്ഞത്? ബാപ്പ ഉറങ്ങാന്ന് പറഞ്ഞോളാ, ബാപ്പ ബാത്റൂമിലാണെന്ന് പറഞ്ഞോളാ, ബാപ്പ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞോളാ. കോളിംഗ് ബെല്ലടിച്ചു, ബാപ്പാനെ തെരഞ്ഞു വരികയാണ്, അല്ലെങ്കിൽ ആരെയോ അന്വേഷിച്ചു വരികയാണ്. മോനോട് മോളോട് ഉമ്മയോ ഉപ്പയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, ഉമ്മ ഇവിടെ ഇല്ല പറഞ്ഞോളാ, ബാപ്പ ഇവിടെ ഇല്ല പറഞ്ഞോളാ, അല്ലെങ്കിൽ ഉറങ്ങാനെന്ന് പറഞ്ഞോളാ. നോണ ഇല്ലയാ പറഞ്ഞു കൊടുത്തത്.
ആ മെസ്സേജ് അല്ലേ? എന്ത് മെസ്സേജാ? താൽക്കാലികമായിട്ട് എനിക്ക് എൻ്റെ ഒരു ലക്ഷ്യം നേടി, എനിക്ക് സുഖമായിട്ട് ഉറങ്ങാം, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, അതൊക്കെ എന്റെ കാര്യം. പക്ഷേ അതിലൂടെ ആജീവനാന്തം എന്റെ മകളുടെ മനസ്സിലേക്ക് ഞാനൊരു ബാഡ് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു. എന്താ മോനെ? കളവൊക്കെ ഇടക്ക് പറയാ. ഇപ്പൊ വന്ന ആഗതനോടാണ് മകൻ കളവ് പറഞ്ഞത്. ഇപ്പൊ വിളിച്ച അങ്ങേ തലയിൽ ഫോണെടുത്ത ആളോടാ കുട്ടി കളവ് പറഞ്ഞത്. കുട്ടി മനസ്സിലാക്കി, ഇനി എനിക്ക് എന്റെ ബാപ്പനോടും കളവ് പറയാം, എന്റെ ഉമ്മയോടും വേണ്ടി വന്നാൽ കളവ് പറയാം. ആരാ പഠിപ്പിച്ചു കൊടുത്തത്? മദ്രസയിലെ ഉസ്താദാ? അല്ല, വീട്ടിൽ നിന്ന് ബാപ്പ പഠിപ്പിച്ചു കൊടുത്തു. മോനെ, കളവ് പറഞ്ഞ് ചിലയിടത്തൊക്കെ രക്ഷപ്പെടണം, ചില കാര്യങ്ങളൊക്കെ നേടാൻ കളവ് പറഞ്ഞേ പറ്റൂ. ഉമ്മ പഠിപ്പിച്ചു, ബാപ്പ പഠിപ്പിച്ചു. പാഠം 1, നുണ പറയൽ അനിവാര്യം. ഇത് വീട്ടിൽ നിന്ന് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് കുട്ടി മദ്രസയിൽ എത്തുമ്പോ പഠിപ്പിക്കുക എന്ത്? കളവ് പറയാന്നുള്ളത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്. ആയത്തുൽ മുനാഫിഖ് സലാസുൻ ഇദാ ഹദ്ദസ കദബാ, കപടവിശ്വാസിയുടെ ലക്ഷണങ്ങളിൽ പെട്ടതാണ്. അവൻ സംസാരിച്ചാൽ കളവേ പറയുകയുള്ളൂ. അപ്പൊ കുട്ടിക്ക് ഒരു പാഠവും കൂടി കിട്ടി ഉസ്താദിന്റെ അടുത്ത്. എന്റെ ബാപ്പ മുനാഫിക്കാണ്, എന്റെ ഉമ്മ മുനാഫിക്കത്താണ്. ഒറിജിനൽ കപടവിശ്വാസിയാണ് എന്റെ ബാപ്പ, ഒറിജിനൽ കപടവിശ്വാസിനിയാണ് എന്റെ ഉമ്മ. കാരണം എന്റെ ഉമ്മാക്കും ബാപ്പാക്കും ഫിറ്റായ ലക്ഷണം ഇപ്പൊ മദ്രസന്ന് ഉസ്താദും പഠിപ്പിച്ചു തന്നു. പാഠം 2. കപടവിശ്വാസി ആര്? ബാപ്പ, ഉമ്മ. വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു. നുണ പറയൽ അനിവാര്യം, ചില ഘട്ടങ്ങളിൽ അത്യാവശ്യം. അത് വാപ്പേന്നെ പഠിപ്പിച്ചു കൊടുത്തു വീട്ടിൽ നിന്ന്. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങളുടെ സഹോദരന്മാർ. താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി പോലും കുട്ടികളോട് കളവ് പറയാൻ ഒരിക്കലും നമ്മൾ കൂട്ടുനിന്ന് കൊടുക്കരുത്. നമ്മൾ കൂട്ടു നിൽക്കരുത്. നമ്മൾ അവരെ കളവിനൊരിക്കലും പരിശീലിപ്പിക്കരുത്. ആ ഒരു വിത്ത്, അവരുടെ മനസ്സിലൊരു തിന്മയുടെ വിത്താണ് നമ്മൾ എറിയുന്നത്. അത് നട്ടുമുളച്ച് അതിൽ വളർന്നു വലുതാകും. കുറെ കാലം കഴിയുമ്പോ ഈ കുട്ടികൾ തന്നെ ചോദിക്കും, ഉണറയാൻ പാടുണ്ടോ എന്നോട് എന്ന് പറയുമ്പോൾ അവസാനം ചില മക്കളൊക്കെ തിരിഞ്ഞു ചോദിക്കും, ബാപ്പല്ലേ ഞങ്ങളോട് നുണ പറയാൻ പഠിപ്പിച്ചത്? അന്നൊരാൾ ഫോൺ ചെയ്തപ്പോ ബാപ്പല്ലേ പറഞ്ഞത് ബാത്റൂമിലാണെന്ന് പറയാൻ, ബാപ്പല്ലേ എന്നോട് പറഞ്ഞത് ഇവിടെ ഇല്ല എന്ന് പറയാൻ, ബാപ്പല്ലേ ബാത്റൂമിൽ കുളിക്കുകയാണെന്ന് പറയാൻ പറഞ്ഞത്. അപ്പൊ ബാപ്പ ഇവിടെ സുഖമായിട്ട് സോഫയിൽ ഇരുന്ന് TV കാണായിരുന്നില്ലേ? അപ്പോഴല്ലേ ഇവിടെ ഇല്ല പറയാൻ പറഞ്ഞത്? തിരിച്ചു ചോദിച്ചാലോ നാവിറങ്ങിപ്പോവില്ലേ? മിണ്ടാട്ടം മുട്ടില്ലേ രക്ഷിതാക്കളെ? അതാ ഇസ്ലാം പറയുന്നത്. എന്താവണം? മാതൃകായോഗ്യമായിരിക്കണം. രക്ഷിതാക്കൾ മാതൃകായോഗ്യരായിരിക്കണം. രക്ഷിതാക്കൾ തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നവരായിരിക്കണം. കുട്ടികൾ കാണുക ഒരിക്കലും ഒരു രൂപത്തിലുള്ള ശണ്ഠകളും അനാവശ്യമായ വർത്തമാനങ്ങളും ഉണ്ടാകാൻ പാടില്ല. ചില കുട്ടികളുടെയൊക്കെ നാവിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ ആരാത് പഠിപ്പിച്ചു കൊടുത്ത്? മദ്രസയിലെ ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ അങ്ങനെ ഒരു വേർഡ് പറയാൻ? വീട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. ടിവിയിൽ നിന്ന് നടൻ നടിയോട്, നായകൻ നായികയോട്, ഗുണ്ടകൾ മറ്റുള്ളവരോട് തല്ലുകൂടുമ്പോ, തെറി പറയുമ്പോ, അങ്ങാടികളിൽ നിന്ന്, തെരുവുകളിൽ എന്ന് പറയുന്ന ഭാഷകൾ എങ്ങനെ മക്കൾക്ക് കിട്ടി? മദ്രസയിലെ ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തോ? സ്കൂളിലെ ഉസ്താദ് അധ്യാപകൻ പഠിപ്പിച്ചു കൊടുത്തോ? ഇല്ല, വീടാകുന്ന പാഠശാലയിൽ നിന്ന് പഠിച്ചതാ. പാപ്പിയും ഉമ്മയും മക്കളൊക്കെ ഒരുമിച്ച് സോഫയിൽ ചാരി ഇരുന്നിട്ടാണ് ആ ഡയലോഗ് കേട്ടത്. അപ്പൊ ബാപ്പിയും ഉമ്മയും മാത്രമേ കേൾക്കുള്ളൂ, കുട്ടികൾക്ക് കാതില്ലേ? അവരും കേൾക്കൂലേ ഈ വൃത്തികെട്ട ശൈലി? ആ വൃത്തികെട്ട ശൈലി ഉമ്മാനോടും ബാപ്പാനോടും വീട്ടില് അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരോടൊക്കെ തെറ്റുമ്പോ അതേ ശൈലി കുട്ടികൾ അങ്ങോട്ടും പ്രയോഗിക്കും. അതേ ഡയലോഗ് തിരിച്ചടിക്കും. ആരാ ഉത്തരവാദി? വീട്ടിലെ സാഹചര്യം, വീട്ടിലെ സന്ദർഭം. ഇത് നോക്കാതെ, ഇത് ചിന്തിക്കാതെ നമ്മൾ എത്ര അവരെ പുതിരെ തല്ലിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും കാര്യമില്ല. ഗൃഹം ഒരു മനുഷ്യന്റെ വീട്. ആ വീട് ഏറ്റവും കൂടുതൽ സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും യഥാർത്ഥത്തിലുള്ള വിളനിലമാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ അള്ളാഹു ആര് കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമുക്കറിയില്ലേ? ഉമ്മാർക്ക് മക്കള് അങ്ങോട്ട് അള്ളാനെ പരിചയപ്പെടുത്തി കൊടുത്ത ചരിത്രമല്ലേ ഇസ്ലാമിന്റെ ചരിത്രം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പാലിൽ വെള്ളം ചേർക്കാൻ വേണ്ടി പുലർച്ചെ എഴുന്നേറ്റ് മകളോട് ഉമ്മ പറയുമ്പോ മകള് പറഞ്ഞു, ഉമർ കാണില്ലേ, ഉമറിന്റെ ഭരണകൂടത്തിൽ ഈ പാലിൽ വെള്ളം ചേർക്കുന്നത് കഠിന ശിക്ഷയാണ്. ഉമ്മയാണ് മകളോട് വീണ്ടും ചോദിക്കുന്നത്, മോളെ ഉമർ ഇവിടെ ഇല്ലല്ലോ, ഉമർ ഇത് കാണുന്നില്ലല്ലോ. ആ അവസരത്തിൽ ആ പെൺകുട്ടിയുടെ മറുപടി എന്തായിരുന്നു? ആ പെൺകുട്ടിയുടെ മറുപടി? ആ പെൺകുട്ടിയുടെ മറുപടി, ഇൻകാന അമീറുൽ മുഅ്മിനീന ലാ യറാനാ ഫറബ്ബു അമീറുൽ മുഅ്മിനീന യറാനാ.
അമീറുൽ മുഅ്മിനീൻ നമ്മെ കാണുന്നില്ലായിരിക്കാം ഉമ്മ, പക്ഷേ അമീറുൽ മുഅ്മിനീന്റെയും നമ്മുടെയും റബ്ബ് നമ്മെ കാണുന്നുണ്ടല്ലോ. അതാ കുട്ടികളെ മനസ്സിൽ ഉണ്ടായി കിട്ടേണ്ടത്. എന്നാ രക്ഷപ്പെട്ടു. നമ്മളൊക്കെ റബ്ബ് നമ്മളെ കാണില്ല ഉമ്മ. അതാണ് ഒരു ഇടയ ബാലനോട് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, കുറേ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടയ ബാലനോട് മഹാനായ സഹാബി പോയിട്ട് പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാണ്, ഒരാടിനെ ഇങ്ങോട്ട് തരൂന്ന്. അപ്പോ ആ കുട്ടി പറഞ്ഞു, ആ ഇടയ ബാലൻ പറഞ്ഞു, എന്റെ യജമാനന് ഒരിക്കലും പൊരുത്തല്ലാത്തതാണ്, എന്റെ യജമാനൻ എന്നെ നോക്കാൻ ഏൽപ്പിച്ച ആടുകളാണിത്, കൃത്യമായി വൈകുന്നേരം കണക്കെണ്ണം കൊടുക്കണം എനിക്ക്. അപ്പൊ ഈ സഹാബി അതേ കുട്ടിയോട് പറഞ്ഞു, നോക്കി മോനെ, നീ യജമാനനോട് പോയിട്ട് പറയണം, മക്കലഹദ്ദിബു, ചെന്നായ പിടിച്ചു പോയതാണ്, ഒരെണ്ണത്തെ ചെന്നായ പിടിച്ചതാണെന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞപ്പോ ഇടയ ബാലൻ തിരിച്ചു ചോദിക്കുകയാണ്, അതേ യജമാനനോട് എനിക്കങ്ങനെ പറയാം, പക്ഷേ അയിനല്ലാ, അള്ളാനോട് ഞാനെന്ത് പറയും? അയിനല്ലാ, അള്ളാനോട് ഞാനെന്ത് പറയും? കണ്ടോ, ആ കുരുന്നു മനസ്സിൽ ചെറുപ്പത്തിലേ കുത്തിവെക്കപ്പെട്ട അള്ളാനെ കുറിച്ചുള്ള ബോധം. ഇതാ നമ്മുടെ മക്കളിൽ ഉണ്ടായി കിട്ടേണ്ടത്. ഇതുണ്ടായി കിട്ടിയാൽ ആരും അവരെ കൺട്രോൾ ചെയ്യണ്ട, ആരും അവരെ നോക്കാൻ വേണ്ട. അവര് കൃത്യമായി തന്നെ അവര് അല്ലാ അവര് എപ്പോഴും ആ പേടിയാണ്. അല്ല കാണുന്നുണ്ട്, അല്ല കേൾക്കുന്നുണ്ട്, ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും വേണ്ടില്ല, അല്ല കാണുമല്ലോ, അല്ല കേൾക്കുമല്ലോ. ഇതൊരു മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടായി കിട്ടലാണ് ഏറ്റവും കൂടുതൽ പരമപ്രധാനം. അതുകൊണ്ട് ചീത്തവാക്കുകൾ മനസ്സിൽ നിന്ന് വരാതെ, ചീത്തയായ കാര്യങ്ങൾ നാവുകൊണ്ട് പറയാതെ, ആളുകളോടുള്ള പെരുമാറ്റത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അനാവശ്യമായ ഭാഷണങ്ങളിൽ നിന്നും പെരുമാറ്റങ്ങളിൽ നിന്നും വൃത്തികെട്ട കാഴ്ചകളിൽ നിന്നും കേൾവികളിൽ നിന്നും, മോനെ, 2 കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്, അശ്ലീലതകൾ കാണല്ലെന്ന് പഠിപ്പിച്ചു കൊടുത്താൽ, അള്ള കാണുന്നുണ്ട് മോനെ, റൂമിന്റെ കുറ്റിയങ്ങിട്ട് പുറത്തേക്ക് സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി ഫാനങ്ങ് സ്പീഡ് കൂട്ടി വാതിലൊക്കെ കൊട്ടിയടച്ചിട്ട് നിന്റെ മൊബൈലിന്റെ ലോകത്തേക്ക് നീ അങ്ങിരുന്നാലും, നീ എന്ത് തന്നെ ഒറ്റക്കിരുന്ന് കാണുകയാണെങ്കിലും, ഇന്നല്ലാഹ കാന അലാ കുല്ലി ശൈഇൻ റഖീബാ, അല്ല എല്ലാത്തിനും നിരീക്ഷകനായിട്ടുണ്ട്, അല്ല എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ല എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കൃത്യമായ ബോധം രക്ഷിതാക്കൾ പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ അള്ളാനെ കുറിച്ചുള്ള ഒരു ബോധമാണ് അവരുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ ദാനശീലം വളർത്തണം. ചെറുപ്പത്തിലെ കുട്ടികളുടെ മനസ്സിൽ ദാനശീലം വളർത്തണം, ചെറുപ്പത്തിൽ തന്നെ. അതിങ്ങനെ ചെറിയ കുട്ടികളാവുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ധർമ്മം കുട്ടികളോട് പറയാം, മോനെ, ഇതാ ബോക്സിൽ കൊണ്ടുപോയിട്ടിട്ട്, ഇതാ ചാരിറ്റി ബോക്സിലേക്കിട്, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ അയാൾക്ക് കൊണ്ടുപോയി കൊടുക്കുക. ഇങ്ങനെ ചെറുപ്പത്തിലെ അവരെ കൊണ്ട് നല്ല രൂപത്തിൽ അവരുടെ മനസ്സിൽ കാരുണ്യത്തിൻ്റെതായ നല്ല നല്ല പാഠങ്ങൾ അവരുടെ മനസ്സിൽ പകർന്നു കൊടുത്തുകൊണ്ട്, അങ്ങനെ ഏതെല്ലാം രംഗത്ത് നമുക്ക് നല്ല രൂപത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കാനാകുമോ അതൊക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ആ രൂപത്തിലൊക്കെ അവരുടെ മനസ്സിനെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഏതെല്ലാം മേഖലകളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ആ മേഖലകളിലെല്ലാം നമ്മുടെ ശ്രദ്ധയുണ്ടാകണം. സഹോദരങ്ങളെ, ഇനിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കാനുണ്ട്. എന്തായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച അമാനത്താണ് നമ്മുടെ മക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഉത്തരവാദിത്തം ചോദിക്കപ്പെടുന്നവനാണ് ഞാനെന്ന ബോധവും നമുക്കുണ്ടായിരിക്കുക. ആ അർത്ഥത്തിൽ നമ്മൾ അവരോടുള്ള കടമകളെ കൃത്യമായി തന്നെ നിറവേറ്റുന്നവരാകുവാൻ പരമാവധി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാൻ, നേരിന്റെ പ്രബോധകരും പ്രചാരകരുമായി മാറാനും, നേരിന്റെ പാതയിൽ അടിയുറച്ച് മുന്നേറുന്നവരായി മാറുവാനും നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ലവരായ സന്താനങ്ങളെ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് കൺകുളിർമയുണ്ടാകുന്ന ഒരവസ്ഥ അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
اللهم توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.